Amen. How many of you are happy? ഇന്ന് പകൽക്കാലം സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. It's a great joy to come and preach here. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നടുവിലായിരിക്കുവാനും ദൈവവചനം ശുശ്രൂഷിക്കാൻ ലഭിച്ചത് വലിയ ഭാഗ്യമായി കരുതുന്നു. You can all have your seat. എല്ലാവർക്കും തൽസ്ഥാനങ്ങളിൽ ഇരിക്കാം. Amen. Yeah. Yes, amen. As I said, it's a great pleasure, it's a great honor to preach the word of God in this place. നിങ്ങളുടെ നടുവിൽ കർത്താവിന്റെ വചനവുമായി നിൽക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച വലിയ അഭിമാനത്തിന്റെ കാര്യമാണ്. Amen. Some people are smiling, some people are happy, some people are staring. ആമേൻ. നിങ്ങളുടെ മുഖത്ത് ചിരിയോടുകൂടി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. Amen. Just look at your neighbors, give them a hand and say, are you happy? ആമേൻ. തൊട്ടടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് എന്ന് ചോദിക്കാമോ, നിങ്ങൾ സന്തോഷവാനാണോ സന്തോഷവതിയാണോ എന്ന് ചോദിക്കാമോ? ചോദിക്കുമ്പോൾ ചിരിമുഖത്തോടെ ചോദിക്കണം. Ask with a smiling face, don't stare and ask. ഹല്ലേലൂയ. നിങ്ങളുടെ അവരുടെ മുഖത്ത് ദേഷ്യത്തോടുകൂടി നോക്കരുത്, സന്തോഷത്തോടെ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് ചോദിക്കുക. Amen. At this 17th day, I believe God will do mighty things in this place. ഈ 17ാം ദിവസത്തിൽ ദൈവം അത്ഭുതകരമായ അതിശക്തമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Amen. So, if you don't know me, my name is Aaron Vinod. എൻ്റെ പേര് ആരോൺ വിനോദ് എന്നാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ എന്നെ അറിയത്തില്ലായിരിക്കാം. I don't want to give a lengthy introduction. ഒരു നീണ്ട മുഖവുര ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. I am 19 years old now. ഇപ്പോൾ എനിക്ക് 19 വയസ്സോളമായി. So, yeah, I may be young from some people sitting here. ഞാൻ ഇവിടെ ഇരിക്കുന്ന പലരിലും ഞാൻ ഇളയവനാണ്. എന്നെക്കാൾ പ്രായമുള്ളവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതിൽ ഭൂരിഭാഗവും. When I started preaching the word of God, ഞാൻ ദൈവവചനം ശുശ്രൂഷിക്കാൻ തുടങ്ങിയപ്പോൾ I was 13 years old. ഞാൻ വെറും 13 വയസ്സുള്ളവനായിട്ടാണ് ദൈവവചനം ശുശ്രൂഷിക്കാൻ ആരംഭിച്ചത്. Yes. When you say 13, I mean 8th standard. Anybody studying at 8th standard here? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ വചനം ശുശ്രൂഷിക്കാൻ തുടങ്ങിയത്. ഇവിടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? 8th standard student ആരെങ്കിലും ഉണ്ടോ? 8ൽ പഠിക്കുന്ന? Okay. I was this age when I started preaching. ഞാൻ ഇവിടെ ഇരിക്കുന്നതായ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതായ കുഞ്ഞുങ്ങളുടെ പ്രായത്തിലായിരുന്നു കർത്താവിന്റെ വചനം ശുശ്രൂഷിക്കാൻ ആരംഭിച്ചത്. Last 5 years. കഴിഞ്ഞ 5 വർഷത്തോളമായി കർത്താവിന്റെ വചനം ശുശ്രൂഷിക്കുന്നു. I can say one thing proudly. എനിക്കൊരു കാര്യം അഭിമാനത്തോടെ പറയാൻ സാധിക്കും. God has never let me down. ആമേൻ. ഒരിക്കലും ദൈവം എന്നെ കൈവിട്ടിട്ടില്ല, എന്നെ അവൻ വിട്ടുകളഞ്ഞിട്ടില്ല. Praise the Lord. Amen. No man has called me, it was God who called me, and if God has called me, I can say no man can come and stand against you if God has called you. എന്നെ വിളിച്ചത് ദൈവമാണ്, എന്നെ ഇറക്കിയ ദൈവമാണ്, എന്നെ ശുശ്രൂഷിക്കാൻ ബലപ്പെടുത്തുന്ന ദൈവമാണ്. വിളിച്ചത് ദൈവമാണെങ്കിൽ നിനക്കെതിരായി നിൽക്കുവാൻ ആരെയും ദൈവം അനുവദിക്കുകയില്ല. Amen. I declare this 17th day, let man force be done and God's favor start in your life. ആമേൻ. ഈ 17ാം ദിവസത്തിൽ നിന്റെ മേൽ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ദയ വെളിപ്പെടുമാറാകട്ടെ. ആമേൻ. ആ മനുഷ്യന്റേതായ പ്രകടനങ്ങളെല്ലാം മാറി ദൈവത്തിന്റെ പ്രവൃത്തി നിന്നെ വെളിപ്പെട്ടു വരട്ടെ. Let this 17th day not be a man show, let it be God showing himself, God revealing himself to you. ഹല്ലേലൂയ. മാനുഷികമായ പ്രകടനങ്ങളല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ നമ്മിൽ പ്രകടമായി തീരട്ടെ. ഈ 17ാം ദിവസത്തിൽ അങ്ങനെ ചിലത് സംഭവിക്കട്ടെ. Amen. So, my dad is from Kerala. എൻ്റെ പപ്പ കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. So I can speak Malayalam. എനിക്ക് മലയാളം പറയാൻ അറിയാം, but not preach Malayalam. എന്നാൽ എനിക്ക് മലയാളത്തിൽ പ്രസംഗിക്കുവാൻ കഴിയുകയില്ല. So that's why we have a translator. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് നിൽക്കുവാൻ സാധിച്ചത്. But if the flow comes, we'll go in Malayalam. ഹല്ലേലൂയ. ദൈവം അങ്ങനെ ഒരു നിയോഗം നൽകുന്നുവെങ്കിൽ ഞാൻ മലയാളത്തിൽ ശുശ്രൂഷിക്കുന്നതാണ്. But can I have a keyboard is behind it? Okay, it's done. Okay. So yes. So from last 20 years my dad is doing ministry in Mysore. കഴിഞ്ഞ 20 വർഷത്തോളമായി എൻ്റെ പിതാവ് മൈസൂരിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. So I am born and brought up in Mysore. ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം മൈസൂരിലാണ്. That's why I can't preach in Malayalam. അതുകൊണ്ടാണ് എനിക്ക് മലയാളത്തിൽ അത്രയും ഫ്ലുവൻസി ഇല്ലാത്തതുകൊണ്ടാണ് മലയാളത്തിൽ ശുശ്രൂഷിക്കാൻ കഴിയാതെ But today not dragging more. Luke chapter 13. അധികം വേഗത്തിൽ വചനത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 13ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. Luke chapter 13 verse 10 to 17. അതിന്റെ 10 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്ക് വായിച്ചേക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 13ാം അധ്യായം അതിലെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. Because we are on the 17th day, so let's stop on the 17th verse. ഇന്ന് 17ാം ദിവസമായതിനാൽ 17ാം വാക്യത്തിൽ നമുക്ക് നിന്നുകൊണ്ട് ചിന്തിക്കാം. Yes, Luke chapter 13 verse 10 to 17. Can somebody read it in ഒരു ശബ്ബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു
യേശു അവളെ കണ്ട് അടുക്കൽ വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബ്ബത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ടു പുരുഷാരത്തോട്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിച്ചു കൊള്ളുവിൻ, ശബ്ബത്തിൽ അരുത് എന്ന് പറഞ്ഞു. കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തൻ ശബ്ബത്തിൽ തന്റെ കാളയെയോ കഴുതിയെയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബ്ബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ ഇത് പറഞ്ഞപ്പോൾ അവന്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരം ഒക്കെയും സന്തോഷിച്ചു. Amen. I believe in this 17th day we are going to glorify him. ആമേൻ. ഈ 17ാം ദിവസത്തിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പോകുകയാണ്. Amen. I believe, amen. What is going to happen if you ask in brief what am I going to preach? നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഇന്ന് നീ എന്താ ശുശ്രൂഷിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, Amen. I just want to say we are going to, amen, we are going to glorify him in front of the enemies. ആമേൻ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ശത്രുക്കളുടെ മുമ്പാകെ നാം ദൈവത്തെ അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ പോകുകയാണ്. Bible says like this. വചനം ഇങ്ങനെ പറയുന്നു, 18 years of the woman with a twisted bone, 18 years she is waiting for a miracle. 18 വർഷമായി കൂനിയായ സ്ത്രീ ഒരു വലിയ വിടുതലിനായി, ഒരു അത്ഭുതത്തിനായി കാത്തിരിക്കുകയായിരുന്നു. Only not 18 years, she is not waiting 18 years. അവളുടെ പ്രായം 18 അല്ല, പക്ഷെ 18 സംവത്സരമായ ഒരു വിടുതലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. She is not only the one who is waiting for 18 years, there is another one. Amen. The one who is ministering, Jesus also had to wait for 18 years. Amen. Hallelujah. വിടുതൽ പ്രാപിക്കുന്ന കൂനിയായ സ്ത്രീ മാത്രമല്ല, വിടുവിക്കാൻ വന്നിരിക്കുന്നതായി യേശുവും 18 സംവത്സരമായി കാത്തിരിക്കുകയാണ് ഒരു വിടുതൽ കൊടുക്കുവാനായിട്ട്. Amen. How do you say it? ആമേൻ. നിങ്ങൾക്ക് അത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു? 12 years old Jesus preached in the church. ആമേൻ. 12 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന യേശു പള്ളിയിൽ പ്രസംഗിച്ചിരുന്നു. After that, Bible says he started to preach after the age of 30. ആമേൻ. അതിനുശേഷം താൻ മാതാപിതാക്കൾ കീഴടങ്ങിയിരിക്കുകയും 30ാമത്തെ വയസ്സിലാണ് താൻ വീണ്ടും ശുശ്രൂഷ ആരംഭിക്കുന്നത്. 18 വർഷം, between 18 years, what he did nobody knows. Nobody knows where he did what he did. 12ാം വയസ്സ് മുതൽ 30ാം വയസ്സ് വരെയുള്ള സമയങ്ങളിൽ യേശു എന്താ ചെയ്തതെന്ന് ആർക്കും അറിയത്തില്ല. യേശു എന്ത് ശുശ്രൂഷിച്ചുവെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. After 18 years he is stepping back into the synagogue. എന്നാൽ 30ാമത്തെ വയസ്സായപ്പോൾ യേശു യഹൂദന്മാരുടെ പള്ളിയായ സിനഗോഗിലേക്ക് ശുശ്രൂഷിക്കേണ്ടതിനായി കടന്നു വരുന്നു. 18 years of gap period. ആമേൻ. 18 വർഷത്തോളമുള്ളതായ ഒരു കാത്തിരിപ്പ്. After 18 years he comes Jesus back to the church. ആമേൻ. 18 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും യേശു പള്ളിയിൽ ശുശ്രൂഷിക്കേണ്ടതിനായി വരുന്നു. Today I declare and I say, ഇന്ന് പകൽക്കാലത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, before the 18th day let Jesus enter into your house. ആമേൻ. 18ാമത്തെ ദിവസത്തിൽ യേശു നിന്റെ ഭവനത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്, before tomorrow let Jesus enter into your situation. ഹല്ലേലൂയ. നാളത്തെ പകലിന് മുമ്പായി യേശു നിന്റെ പ്രവൃത്തി, നിന്റെ വിഷയത്തിൽ പ്രവേശിക്കുകയാണ്. Today morning I say twisted things will be all right in the name of Jesus. ഹല്ലേലൂയ. എല്ലാ കുനിഞ്ഞിരിക്കുന്നതായ അസ്ഥികളും യേശുവിന്റെ നാമത്തിൽ നിവർന്നു വരുമെന്ന് വിശ്വസിക്കുന്നു. In the name of Jesus, let this 18th day be a blessed day in your life. ഹല്ലേലൂയ. 18ാമത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലായി മാറട്ടെ, അനുഗ്രഹമായി മാറട്ടെ. Amen. Look at your neighbors and say 18 is coming soon. ആമേൻ. അടുത്തിരിക്കുന്നവരോട് പറയുക, 18 വേഗത്തിൽ വരുന്നു. Amen. When is 18? എപ്പോഴാണ് 18? എപ്പോഴാണ് 18 വരുന്നത്? നാളെയാണ് 18. Amen. നാളെയാണ്, tomorrow. നാളെയാണ് 18ാം ദിവസം. Before today night I declare Jesus entering into your house. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് അർദ്ധരാത്രിക്ക് മുമ്പ് യേശു നിങ്ങളുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ പോകുകയാണ്. Whatever it may be plan of the enemy, today I believe he will enter and do things what no man has done. ശത്രു കെട്ടിപ്പൊക്കിയിരിക്കുന്ന പദ്ധതികൾ എത്ര വലുതാണെങ്കിലും ശരി, അതിന്റെ നടുവിലേക്ക് യേശു പ്രവേശിച്ച് ചിലത് ചെയ്യുവാൻ പോകുകയാണ്. ഈ 17 അവസാനിക്കുമ്പോൾ twisted things be all right in the name of Jesus. എല്ലാ വളഞ്ഞിരിക്കുന്ന അസ്ഥികളും, ഹല്ലേലൂയ, കൂനിയായിരിക്കുന്നതായ അസ്ഥികളും നിവരുന്ന പകലാണ് ഈ പകൽ. Let some twisted jobs be all right in the name of Jesus. ഹല്ലേലൂയ. ആമേൻ. വളഞ്ഞിരിക്കുന്നതായ, ആമേൻ, തകർന്നിരിക്കുന്നതായ എല്ലാ ജോലി സാധ്യതകളും യേശുവിന്റെ നാമത്തിൽ നിവർന്നു വരുന്നു. Amen. Give your neighbor a hand and say your waiting season is over. ആമേൻ. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറയുക, കാത്തിരിപ്പിന്റേതായ കാലം അവസാനിച്ചിരിക്കുന്നു. Amen.
We are reaching the 18th day. ആമേൻ. കാത്തിരിപ്പിന്റെ കാലം അവസാനിച്ചു, നാം 18ലേക്ക് പ്രവേശിക്കുകയാണ്. Amen. When we enter into 18, we will not be twisted. We will stand strong and say, He has done a miracle in my life. ആമേൻ. 18ലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കുനിഞ്ഞിരിക്കത്തില്ല. നാം നിവർന്നു നിന്ന് ദൈവത്തിന്റെ മഹിമയെ കുറിച്ച് പറയും. അവൻ എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു എന്ന് പറയും. Are there anybody who can praise God in front of your enemies? ഹല്ലേലൂയ. ശത്രുക്കളുടെ മുമ്പാകെ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? I need some worshippers today morning. ഹല്ലേലൂയ. ഇവിടെ ആരാധനക്കാരായി ചിലരുണ്ടോ? Amen. Amen. ഹല്ലേലൂയ. Look at your neighbors and say, be a worshipper. ആമേൻ. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തവരുടെ മുഖത്ത് നോക്കി പറയുക, ദൈവത്തെ ആരാധിക്കുന്നവളായിരിക്കുക, ദൈവത്തെ ആരാധിക്കുന്നവനായിരിക്കുക. Amen. There are many believers. ആമേൻ. നമുക്ക് ഒത്തിരി വിശ്വാസികൾ ഇവിടെ കാണാൻ പറ്റും. But He needs some worshippers. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നവരെയാണ്. Amen. Psalms 91. How many of you know the blessings of Psalms 91? 91 സങ്കീർത്തനത്തിലെ അനുഗ്രഹങ്ങൾ അറിയാവുന്നവർ എത്ര പേരുണ്ട് ഈ പകൽക്കാലത്തിൽ? 1,000 right, 10,000 left, nothing will touch you. ഹല്ലേലൂയ. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴുമെങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല എന്ന് വചനം You will പറയുന്നു. trample over the snakes and the lions. നീ ഹല്ലേലൂയ ബാലസിംഹങ്ങളെയും ഹല്ലേലൂയ മെതിച്ചുകളെയും അതുപോലെ പെരുമ്പാമ്പുകളെ നീ മെതിച്ചുകളയുമെന്ന് എഴുതിയിരിക്കുന്നു. Angels will protect. I mean, your foot won't touch the rock. നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ ദൂതന്മാർ തങ്ങളുടെ കരങ്ങളിൽ വഹിക്കുമെന്ന് 91 എഴുതിയിരിക്കുന്നു. Amen. We all love 91. ആമേൻ. നമ്മൾ എല്ലാവരും 91 സങ്കീർത്തനം വളരെ But ഇഷ്ടപ്പെടുന്നു. 91:1 says, those who reside in the secret place of the Most High. Amen. It's not for everybody. 91 is not for everybody. Only for the people who are in the secret place. 91 സങ്കീർത്തനം എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. എന്നാൽ 91 സങ്കീർത്തനത്തിന്റെ ആരംഭത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് 91 സങ്കീർത്തനം. അതിൽ എഴുതിയിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ. Ask your neighbors, are you in the secret place? ആലലി അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, നീ യേശുവിന്റെ സന്നിധിയിൽ മറഞ്ഞിരിക്കുന്നുവോ? നീ അത്യുന്നതന്റെ മറവിലാണോ വസിക്കുന്നതെന്ന് ഒന്ന് ചോദിക്കാമോ? Are you in the secret place? നീ അത്യുന്നതന്റെ മറവിലാണോ വസിക്കുന്നതെന്ന് ചോദിക്കാമോ? If you are in the secret place, I say, ആമേൻ. നീ അത്യുന്നതന്റെ മറവിലാണ് നീ വസിക്കുന്നതെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. 91 belongs for you. ഹല്ലേലൂയ. 18 നിനക്കുള്ളതാണ്. Amen. 18 നിന്റേതാണ്. Amen. Yes. Amen. So happy. Amen. Receiving people. So happy to be here. നിങ്ങൾ എല്ലാവരും വചനത്തെ സ്വീകരിക്കുന്നവരാണ്, ദൂതിനെ സ്വീകരിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ വളരെ സന്തുഷ്ടനാണ്. Amen. So I just want to say about 6 things what the Lord just inspired me to say today. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നടുവിൽ പറയുവാനായിട്ട് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നതായ 6 കൂട്ടം കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And I just want to come back to the preaching. I just want to come back to the point which we opened. ഇന്ന് പകൽക്കാലത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നൽകിയിരിക്കുന്നതായ പോയിന്റുകളിലേക്ക് ഞാൻ വരുവാൻ ആഗ്രഹിക്കുന്നു. Amen. That chapter, it's something special. ഈ 13-ാം അധ്യായം എന്ന് പറയുന്നത് ഒരു പ്രത്യേകപരമായ ഒരു അധ്യായമാണ്. ലൂക്കോസ് 13. Jesus clearly knew that Pharisees and Sadducees will fight against him. ആമേൻ. യേശുവിന് അറിയാമായിരുന്നു സദൂക്യരും പരീശന്മാരും തനിക്കെതിരായി സംസാരിക്കുമെന്നുള്ള കാര്യം യേശു നന്നായി അറിഞ്ഞിരുന്നു. Jesus clearly knew that there will be some argument in that temple. യേശുവിന് അറിയാമായിരുന്നു ആർഗ്യുമെന്റുകൾ, ആമേൻ, എനിക്കെതിരായിട്ട് ചില വിരോധികൾ എഴുന്നേറ്റ് വരുമെന്നുള്ള കാര്യം യേശു നന്നായി അറിഞ്ഞിരുന്നു. Still, for that one woman, he was ready to face everything. ആമേൻ. എന്നാൽ ആ ഒരു സ്ത്രീയെ രക്ഷിക്കുന്ന കാര്യം ഓർത്തപ്പോൾ ആ ആർഗ്യുമെന്റുകളെല്ലാം അഭിമുഖീകരിക്കുവാൻ യേശു തയ്യാറായി. Amen. For you he can do anything today morning, I say. ആമേൻ. യേശു നിനക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറാണ്. For you can enter into the argument place. For you can enter into arguments place. നിനക്ക് വേണ്ടി ചില ആർഗ്യുമെന്റുകളിലേക്ക് പ്രവേശിക്കുവാൻ യേശു തയ്യാറാണ്. ചില സംവാദങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ യേശു തയ്യാറാണ്. Amen. I just want to say about the 6 things what we read out of this chapter. ഈ പോർഷനിൽ നിന്ന് നമ്മൾ വായിച്ചതായ കാര്യങ്ങളിൽ 6 കൂട്ടം കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Today in the 17th day I say. ആമേൻ. ഇന്ന് 17-ാം ദിവസമാണ് നമ്മൾ പറഞ്ഞല്ലോ. Amen. Jesus had the courage. യേശുവിന് ധൈര്യമുണ്ടായിരുന്നു. Look at your neighbors and say, be courageous. തൊട്ടടുത്തിരിക്കുന്നവരോട് പറയുക, ധൈര്യമുള്ളവരായിരിക്കാൻ പറയുക, ധൈര്യമുള്ളവരായിരിക്കാൻ പറയുക. പറഞ്ഞേ. The first thing what I want to say is be courageous. ഹല്ലേലൂയ. ഒന്നാമത്തെ പോയിന്റ് ഞാൻ നിങ്ങളുമായി പറയാൻ ആഗ്രഹിക്കുന്നത് ധൈര്യമുള്ളവരായിരിക്കുക, ഉറപ്പുള്ളവരായിരിക്കുക. Amen. God does not want people who are fearful. ആമേൻ. ദൈവത്തിന് ഒരിക്കലും ഭീരുക്കളെ ആവശ്യമില്ല. ദൈവം ആഗ്രഹിക്കുന്നവർ ആരും ആമേൻ ഭയമുള്ളവരായോ ഭീരുക്കളായോ ഇരിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നില്ല. Prayer is needed, faith is needed, but with prayer, with faith, you need some courage to step in.
ആമേൻ. പ്രാർത്ഥന ആവശ്യമാണ്, വിശ്വാസം ആവശ്യമാണ്. എന്നാൽ പ്രാർത്ഥനയാലും വിശ്വാസത്താലും നിങ്ങൾക്ക് മുന്നോട്ട് കാലുകൾ വെക്കത്തക്ക നിലവാരത്തിൽ ധൈര്യം ആവശ്യമാണ്. Amen. After this 21 days of fasting prayer, what is changing in this church? ആമേൻ. ഈ 21 ദിവസ ഉപവാസ പ്രാർത്ഥനകൾക്ക് ശേഷം ഈ ആലയത്തിൽ എന്ത് മാറ്റമാണ് സംഭവിക്കാൻ You are പോകുന്നത്? getting the courage what no man had till now in this city. ഹല്ലേലൂയ. ഈ Yes. പട്ടണത്തിൽ ആർക്കും ഇല്ലാത്ത നിലവാരത്തിലുള്ള ധൈര്യം ഈ പകൽക്കാലത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ നമുക്ക് പകരുന്നു. I say, if you are courageous man, no man can stop the blessing what God has given in your life. ഹല്ലേലൂയ. നിങ്ങൾ Yes. ധൈര്യമുള്ളവരാണെങ്കിൽ ദൈവം Yes. നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അനുഗ്രഹത്തെ തടുക്കുവാൻ ആർക്കും കഴിയുകയില്ല. Let God raise some courageous people today morning. ഈ പകൽക്കാലത്തിൽ ഇവിടെ നിന്നും ധൈര്യശാലികളായ ചിലരെ എന്റെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. Amen. I just want to say one thing and step into the, just want to say, in Bible we see 2 Samuel. 2 ശമൂവേലില് നമ്മൾ ഇങ്ങനെ കാണുന്നു. Amen. David is bringing the Ark of Covenant. യെസ്, ദൈവത്തിന്റെ പെട്ടകവുമായിട്ട് ദാവീദ് വരാൻ ആഗ്രഹിക്കുന്ന കാര്യം നാം കാണുന്നു. How many of you know that chapter? നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം ദാവീദ് ദൈവത്തിന്റെ പെട്ടകവുമായി വരുന്നതായ കാര്യത്തെക്കുറിച്ച് 2 എഴുതിയിരിക്കുന്ന Samuel ഭാഗം? chapter 6 verse 7 to 15. ആമേൻ. 2 ശമൂവേൽ 6-ാം അധ്യായം അതിന്റെ 7 മുതൽ 15 വരെയുള്ള ഭാഗങ്ങൾ. Amen. There you don't need to read that. ഓക്കെ, അത് വായിക്കണമെന്നില്ല. But first time when David was bringing one of his best friends was dead. ആമേൻ. ഒരിക്കൽ ദാവീദ് ഈ യഹോവയുടെ പെട്ടകവുമായി വരുന്ന ആദ്യത്തെ സമയത്ത് ആദ്യത്തെ ശ്രമത്തിൽ തന്റെ കൂടെ ഉണ്ടായിരുന്ന തന്റെ സുഹൃത്ത് മരിച്ചു വീഴാൻ So ഇടയായിത്തീർന്നു. he kept the ark in the Obed-Edom's house. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ പെട്ടകം ഓബേദ്ഏദോമിന്റെ ഭവനത്തിൽ താൻ താൽക്കാലികമായി വെക്കുവാൻ ഇടയായിത്തീർന്നു. Now David after 3 months is coming back. 3 മാസങ്ങൾക്ക് ശേഷം ദാവീദ് വീണ്ടും ഈ ഓബേദ്ഏദോമിന്റെ ഭവനത്തിൽ നിന്നും പെട്ടകം എടുക്കുവാൻ വരുന്നു. Amen. When I was just praying, the black t-shirt guy who was just speaking, yes, you just wait there. Amen. Just wait there. Amen. God has a word for you. Amen. സുജിത്തിനോട് ദൈവാത്മാവ് പറയാണ്, നീ അവിടെ തന്നെ നിൽക്കുക, നിനക്ക് വേണ്ടി ദൈവം ഒരു ദൂത് നൽകിയിട്ടുണ്ട്. Next time please don't tell the name. Okay. Amen. The Spirit of the Lord says, Amen, just wait there. Amen. Bible says like this. ദൈവത്തിന്റെ പരിശുദ്ധ വചനം ഇങ്ങനെ പറയുന്നു, After 3 months David is coming back. 3 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ദൈവത്തിന്റെ പെട്ടകം എടുക്കേണ്ടതിന് ദാവീദ് മടങ്ങി വരികയാണ്. If you read Hebrew chapter 10, എബ്രായ ലേഖനം 10-ാം അധ്യായം നാം പഠിക്കുകയാണെങ്കിൽ 35-36 says like this. വാക്യങ്ങളിൽ 35-36 വാക്യങ്ങൾ എങ്ങനെ എഴുതിയിരിക്കുന്നു? Can we read that one verse only? എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 35-36 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. Yes. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. Amen. Don't take away your boldness. നിങ്ങളുടെ ധൈര്യം നിങ്ങൾ ഒരിക്കലും തള്ളിക്കളയരുത്, നഷ്ടപ്പെടുത്തി കളയരുത്. Amen. Zechariah പ്രവാചകൻ ഇങ്ങനെ പറയുന്നു. Zechariah says, prisoners in hope. ആമേൻ. സെഖര്യാ പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, ഭവനത്തിൽ വീട്ടുതടങ്കലിലായിരിക്കുന്നതായ വ്യക്തികൾ. Prisoners in hope. വീട്ടുതടങ്കലിലായിരിക്കുന്നവർ. Amen. You can take my blessing, you can take my car, my family, but not my hope. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്ക് എന്റെ നന്മകളെ തടുത്തു കളയാം, നിങ്ങൾക്ക് എന്റെ അനുഗ്രഹങ്ങൾ എടുത്തുകൊണ്ട് പോകാം, പക്ഷേ എന്നിലുള്ളതായ പ്രത്യാശയെ നിങ്ങൾക്ക് എടുത്തു കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. Amen. That is what Paul says. Let boldness enter into your life. അതുകൊണ്ട് ഈ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ധൈര്യത്തെ നിങ്ങൾ തള്ളിക്കളയരുത്, നഷ്ടപ്പെടുത്തി കളയരുത്. So now David is bringing the ark again. ആമേൻ. അതുകൊണ്ട് ധൈര്യം തള്ളിക്കളയാത്ത ദാവീദ് വീണ്ടും ദൈവത്തിന്റെ പെട്ടകം എടുക്കുവാനായിട്ട് പുറപ്പെടുകയാണ്. ഒരു പടി മുമ്പിലോട്ട് വെക്കാൻ ഭയമാ. ലാസ്റ്റ് ടൈം ഒരു പടി മുമ്പിലോട്ട് വെച്ചപ്പോ അവന്റെ സ്നേഹിതൻ മരിച്ചുപോയി. പക്ഷേ ഈ പ്രാവശ്യം ദാവീദ് എന്നാ പറയാ, കുഴപ്പമില്ല അമേൻ, കുഴപ്പമില്ല അമേൻ. 2024 എന്നെ തടഞ്ഞത്, 2024 അവൻ അവന്റെ മഹത്വത്തിനെ കൊണ്ടുപോകാതെ എന്നെ തടഞ്ഞത്, അവൻ ഈ വർഷം ഞാൻ മരണത്തിന്റെ മേളിൽ അവൻ I will step above the death. I will walk above the death. You can't stop me back. You can't stop me again. ആമേൻ. ആർക്കും എന്നെ തടയുവാൻ കഴിയുകയില്ല. 2024 എന്നെ തടഞ്ഞത് 2025 എന്നെ തടയാതെ വണ്ണം ഞാൻ അതിന്റെ മുകളിൽ ഹല്ലേലൂയ നടക്കുന്നവനായിരിക്കും. Your family is here. Are you alone? Family is here. Family just come. സുജിത്തിന്റെ കുടുംബം ആരെങ്കിലും? Amen. The Spirit of the Lord just says, when you are sitting on the top. Okay, നീ മുകളിൽ ഇരിക്കുമ്പോൾ ദൈവാത്മാവിനോട് ഇങ്ങനെ പറയുകയായിരുന്നു. God was just writing SUJITH Sujit. Amen. Amen. Praise the Lord. കർത്താവ് എന്നെ കാണിച്ചു തന്നു നിന്റെ പേരിന്റെ സ്പെല്ലിംഗ്. The Spirit of the Lord just inspires.
Hallelujah. Get ready. Amen. Ready. ദൈവാത്മാവ് നിന്നോട് പറയുന്നു തയ്യാറായിരിക്കുവാൻ പറയുന്നു. I will keep a step forward in your life. നിന്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ളതായ ഒരു കാൽവെപ്പിനായിട്ട് ദൈവം നിന്നെ So then ശക്തീകരിക്കുന്നു. the Lord says, I will be an head in your house. Hallelujah. ദൈവം നിന്റെ ഭവനത്തിൽ നിന്ന് നിന്നെ പുറത്തിറക്കാൻ പോകും. I will be the head in your house. ദൈവം പറയുന്നു ഞാൻ നിന്റെ ഭവനത്തിന്റെ തലയായിരിക്കും. Where enemy took away the head, the Lord says, I will raise you up as an head. ആമേൻ. ശത്രു നിന്റെ ഭവനത്തിന്റെ തലയെ എടുത്തു കളഞ്ഞെങ്കിൽ ദൈവം പറയുന്നു ഞാൻ നിന്റെ ഭവനത്തിന്റെ തലയായിരിക്കും. I will be an head of your house. നിന്റെ ഭവനത്തിന്റെ തലയായി ഞാൻ ഉണ്ടായിരിക്കും. Last time where your generation stopped, this time I will make you cross above things in your life. ഹല്ലേലൂയ. കഴിഞ്ഞ കാലഘട്ടത്തിൽ തലമുറകൾ നിന്റെ മുമ്പിൽ തടഞ്ഞു നിന്നെങ്കിൽ ഈ തലമുറയിൽ നിന്നെ ദൈവം മുന്നോട്ട് കൊണ്ടുപോകും. The Lord says, get ready to keep a step ahead in your life. അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുവാനായിട്ട് തയ്യാറായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. Amen. Bible says, I'll make the tail the head. ആമേൻ. വചനം പറയുന്നു ഞാൻ നിന്നെ വാലല്ല തലയാക്കും. Amen. So the Spirit of the Lord says, I'll make you an head. ആമേൻ. പരിശുദ്ധാത്മാവ് പറയുന്നു ഞാൻ നിന്നെ തലയാക്കി മാറ്റും. Soon I will add a blessing into your life. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹത്തെ വേഗത്തിൽ ഞാൻ നൽകി തരുവാൻ പോകുന്നു. A season of Samuel will be beginning in your life. ഹല്ലേലൂയ. നിന്നിൽ നിന്നും ഒരു ശമൂവേലിന്റെ കാലഘട്ടം പുറത്തു വരുവാൻ പോകുന്നു. Amen. The Lord says, get ready for that. ആമേൻ. പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു നീ അതിനായി തയ്യാറായിരിക്കുക. Amen. ഒരു കാലത്ത് സാമുവേലിന്റെ ഡ്യൂട്ടി ആയിരുന്നു തീനെ കാക്കണം. Amen. Amen. The fire should not go down. ആമേൻ. ശമൂവേല് ദൈവത്തിന്റെ ആലയത്തിൽ വിളക്ക് കെടുന്നതിന് മുമ്പ് പോയി കിടക്കുമായിരുന്നു. അത് വിളക്ക് കെടാതെ സൂക്ഷിക്കുക എന്നുള്ളത് അവന്റെ ഡ്യൂട്ടി ആയിരുന്നു. But the next season, എന്നാൽ അടുത്ത സീസണിൽ അടുത്ത കാലഘട്ടത്തിൽ not protecting the fire, ആമേൻ ഈ വിളക്ക് കെടാതെ സൂക്ഷിക്കുക എന്നുള്ളതായിരുന്നില്ല. he is walking like a fire. ആമേൻ. അവൻ ഒരു തീയായി This നടക്കുകയായിരുന്നു. season you're protecting, next season you will walk like a fire. ഈ സീസണിൽ നീ വെളിച്ചത്തെ ആമേൻ കാക്കുന്നവനാണെങ്കിൽ അടുത്ത സീസണിൽ നീ വെളിച്ചമായി ശക്തിയോടെ ജ്വലിച്ച് പ്രവേശിക്കുന്നതായ തീയായി മാറുന്നു. I break every plans of the enemy. ആമേൻ. ശത്രുവിന്റെ എല്ലാ പദ്ധതികളെയും ഈ പകൽക്കാലത്തിൽ യേശുവിൻ നാമത്തിൽ പൊളിക്കുന്നു. The Lord says, you will sing for me. ആമേൻ. നീ എനിക്ക് വേണ്ടി പാടുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. Amen. You will start as a singer but not end as a singer. നീ തുടങ്ങുന്നത് ഒരു പാട്ടുകാരനായിട്ടാണെങ്കിലും നീ പാട്ടുകാരനായിട്ട് അവസാനിക്കുകയില്ല. നീ The പാട്ടുകാരനായിരിക്കുകയില്ല. Lord says, I will call you at the right time. ഞാൻ നിന്നെ കറക്റ്റ് സമയത്ത് യഥാർത്ഥമായ സമയത്ത് ഞാൻ നിന്നെ വിളിക്കുമെന്ന് തക്ക സമയത്ത് വിളിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. Get ready for that. അതിനായി ഒരുങ്ങിയിരിക്കാനായി തയ്യാറാകുക. May God bless you. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. Amen. Amen. When I was just praying, ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ anybody connected to this name Esther sitting here, many Esthers will be there. ഒന്ന് കൈ ഉയർത്തുക. Esther പേര് കണക്ട് അല്ല. അവൻ don't just if ഉണ്ടെങ്കിൽ കൈ ഉയർത്തിയാൽ മതി. എസ്തേർ എന്ന പേര് നിങ്ങൾ എസ്തേർ എന്ന പേരുള്ളതായ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തണമെന്ന് ആത്മാവ് പറയുന്നു. Come down. Come down. Just come. Not online. He's come down. We are going to pray. എസ്തേർ എന്ന കണക്റ്റഡ് ആയ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ yes. The Spirit of the Lord just inspires me to say. ദൈവാത്മാവ് നിന്നോട് പറയുവാനായിട്ട് നൽകിയിരിക്കുന്നതായ വചനം. When I was just praying, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ I see a Samuel. The Spirit of the Lord says, Amen. ഞാൻ ഒരു ശമൂവേലിനെ കാണുന്നു. I see Sam. The Spirit of the Lord says Sam. Okay. എന്നെ കാണിക്കുന്നു സാം എന്നുള്ളതായ പേര് കാണിക്കുന്നു. Amen. With this Sam എന്നുള്ളതായ പേര് ദൈവാത്മാവ് കാണിക്കുന്നു. Anybody connected to this name? Susan. His name is Sam. Your name is Sam. Susan. The Lord says, when I was just praying, Esther's mummy. Okay, Esther's Susan എന്നുള്ള പേര് എസ്തേറിന്റെ മമ്മിയുടെ പേരാണ്. Esther's mummy. The Lord says, Sam, get ready. Amen. Soon you are going to catch a new blessing in your life. Soon. ഒരു multiplication season ദൈവം തുടങ്ങുവാൻ. God is opening a multiplication season of multiplication. Sam, the Spirit of the Lord just inspires me to say, a season from background to front ground is opening in your life in the name of Jesus. പിൻനിരയിൽ നിന്ന് മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതായ ഒരു കാലഘട്ടം നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലത്തിൽ ഓപ്പൺ ചെയ്യുന്നു. Sam, the Spirit of the Lord just inspires me to say,
ദൈവാത്മാവ് ഈ പ്രവചനം നിന്നോട് പറയാൻ പറയുന്നു. God sent Philip to Samaria. ദൈവം ഫിലിപ്പോസിനെ ശമരിയിലേക്ക് അയച്ചു. I will send you as a Philip to many places. ഹല്ലേലൂയ. നിന്നെ ഒരു ഫിലിപ്പോസായി പല സ്ഥലങ്ങളിലേക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അയക്കുമെന്ന് ദൂത് പറയുന്നു. But what Philip could not do, എന്നാൽ ഫിലിപ്പിന് ചെയ്യാൻ കഴിയാത്തതായ കാര്യങ്ങൾ, everything the Lord says, you will bring a revival in many places in the name of Jesus. ഹല്ലേലൂയ. അനേക സ്ഥലങ്ങളിൽ നീ ഉണർവിന് സാക്ഷിയാകും, ഉണർവിനെ കൊണ്ടുവരുന്നവനാകുമെന്ന് ദൈവാത്മാവ് പറയുന്നു. Amen. Are you alone today? Are you alone today? Amen. The Spirit of the Lord just inspires me to say, get ready. Amen. When I'm just praying, I feel a prophetic mantle will fall upon you. Amen. ഒരു പ്രവചനത്തിന്റെ പുതപ്പ് നിന്റെ മേൽ വീഴുന്നതായി പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. The Lord says, today morning is your morning. Today morning is your morning. ഈ പകൽക്കാലത്തിന്റെ പ്രഭാതം നിനക്കുള്ള പ്രഭാതമാണെന്ന് ദൈവാത്മാവ് പറയുന്നു. From Elijah to Elisha. ആമേൻ. ഏലിയാവിൽ നിന്നും എലീശയിലേക്ക് വീണതുപോലെ ഒരു പുതപ്പ്. I will put a new anointing on your head. നിന്റെ മേൽ ഒരു പുതിയ അഭിഷേകത്തെ ഈ പകൽക്കാലം ദൈവം പകരുന്നു. Church, can you all just stretch your hands and we are going to pray. നിങ്ങളുടെ കരങ്ങൾ ഈ ദേവദാസനു മേലെ നീട്ടിയിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. I open doors in his life. ഹല്ലേലൂയ. മനുഷ്യന്റെ മുമ്പിൽ വാതിലുകൾ ഞാൻ തുറക്കുന്നു. കഴിഞ്ഞ 3 വർഷം തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിൻ നാമത്തിൽ 2025 ജൂലൈ മാസം തീരുന്ന മുമ്പ് I declare a rain in his life in the name of Jesus. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുന്നു. 3 വർഷമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായ വിഷയത്തിന്റെ മേൽ 2025 ജൂലൈയിൽ നിനക്ക് വേണ്ടി പുതിയ വാതിൽ ദൈവം തുറക്കുന്നു. Sam, the Spirit of the Lord says, yes, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, he is watching over you. ഹല്ലേലൂയ. ദൈവം നിന്റെ മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്നു. Amen. Tell Sister Esther, God has great plan in her life. ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട് നിന്നെക്കുറിച്ച്. Amen. I see Joshua പറഞ്ഞ പോലെ ഞാനും എൻ്റെ കുടുംബവും യഹോവയെ ആമേൻ ഒന്നായി നിന്നുകൊണ്ട് സേവിക്കുന്നു. As Joshua said, me and my family will serve the Lord. This family will serve the Lord in the name of Jesus. ഈ കുടുംബം ദൈവത്തെ സേവിക്കുന്നവരായിരിക്കും യേശുവിന്റെ നാമത്തിൽ. May God bless you. Amen. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. Amen. Church, how many of you can say we are going to take a step forward? Amen. Today morning, let God fill the courage inside you. ഈ പകൽക്കാലത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങൾക്കകത്ത് ദൈവം വലിയ ധൈര്യം പകരുകയാണ്. Amen. What made me different? What made me different? എന്നെ വ്യത്യസ്തനാക്കി മാറ്റുന്നത് എന്താണ്? Only courage. Amen. ആമേൻ. നമ്മെ വ്യത്യസ്തനാക്കി മാറ്റുന്നത് നമ്മിലുള്ളതായ ധൈര്യമാണ്. Amen. Amen. What God says, stand strong and say. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. Amen. David said, last time death made me stop to go to my purpose, but this time no death can stop me. ഹല്ലേലൂയ. ദാവീദ് പറയുന്നത് അതാണ്, കഴിഞ്ഞ തവണ ഞാൻ ദൈവത്തിന്റെ പെട്ടകമെടുക്കാൻ പോയപ്പോൾ എന്റെ മുമ്പിൽ ഒരു മരണഭയം വന്നു, എന്നാൽ ഈ തവണ ഞാൻ പോകുമ്പോൾ ഞാൻ മരണഭയത്തെ അതിജീവിച്ചവനായിട്ടാണ് പോകുന്നത്. Amen. How many of you read Psalms 23 verse 4? ഹല്ലേലൂയ. 23 സങ്കീർത്തനം 4 വാക്യം എത്ര പേർ കാണാപ്പാഠം അറിയുന്നവരുണ്ട്? I may walk through the valley of the shadow of death. മരണത്തിന്റെ കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ കടക്കേണ്ടി വന്നാലും. Amen. Amen. How many of you noticed shadow, the word shadow? അവിടെ നിഴൽ എന്ന് എഴുതിയിരിക്കുന്നു, നിഴൽ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. Amen. When does the shadow come? എപ്പോഴാ ഈ നിഴൽ വരുന്നത്? നിഴൽ എങ്ങനെയാ ഉണ്ടാകുന്നേ? വെളിച്ചം അല്ലേ? Amen. വെളിച്ചമുള്ളത് കൊണ്ട്. Amen. Look at your neighbors and say, if light is there, there is shadow. ആമേൻ. അടുത്തിരിക്കുന്നവരോട് പറയുക, വെളിച്ചമുണ്ടെങ്കിൽ നിഴലുമുണ്ട്. അടുത്തിരിക്കുന്നവരോട് പറ, ഹല്ലേലൂയ, വെളിച്ചമുണ്ടെങ്കിൽ നിഴലുമുണ്ട്. അതിന്റെ അർത്ഥം എന്നാ? Amen. What is the meaning of that? After every valley of shadow there is a valley of light. Yes. Amen. After every മരണത്തിന്റെ shadow ഓരോ താഴ്വരകൾക്കപ്പുറത്ത് വെളിച്ചത്തിന്റെ ഒരു കുന്നുണ്ട്, ഒരു ഉയർച്ചയുണ്ട്. After every shadow there is a light in your life. ഹല്ലേലൂയ. ഇരുളിന്റെ ഓരോ താഴ്വരകൾക്കപ്പുറത്ത് വെളിച്ചത്തിന്റെ ഒരു കുന്നുണ്ട്. Don't see the shadow and stop. Go to the light what God has called in your life. ഹല്ലേലൂയ. ഇരുട്ടിന്റെ താഴ്വരയെ കണ്ട് മടിച്ചു നിൽക്കരുത്, വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുക. ഇന്ന് 15ാമത്തെ ദിവസത്തിൽ ഞങ്ങൾ വെളിച്ചത്തിലേക്ക് പോവാണ്. I declare, walk towards your light in the name of Jesus. 17ാമത്തെ ദിവസത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ വെളിച്ചത്തിലേക്ക് നീ പ്രവേശിക്കുക. Yes, can somebody receive this word? A light will strike upon your life.
ഹല്ലേലൂയ, നിന്റെ മേൽ ദൈവത്തിന്റെ പ്രകാശം വന്നിരിക്കുന്നു. A light will strike upon your life. നിന്റെ മേൽ ദൈവത്തിന്റെ പ്രകാശം ഉദിച്ചിരിക്കുന്നു. After every shadow there is a light. എല്ലാ നിഴലുകൾക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ ഒരു വെളിച്ചമുണ്ട്. Amen. Lion of Judah ministry, are you going through a shadow season? I say, light is waiting for you. Light is waiting for you. ലയൺ ഓഫ് ജൂദ മിനിസ്ട്രിയുടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇപ്പോൾ നീ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു നിഴലിന്റെ സീസണിലൂടെ ആയിരിക്കാം. എന്നാൽ നിനക്കായി വെളിച്ചത്തിന്റെ ഒരു സീസൺ മുമ്പിലുണ്ട്. I declare a light in your life. ഹല്ലേലൂയ, നിന്റെ മേലുള്ളതായ ദൈവിക വെളിച്ചത്തെ ഈ പകൽക്കാലത്തിൽ ഞാൻ വെളിപ്പെടുത്തുന്നു. Amen. Amen. Look at your neighbors and say, this 17th day, let the courage be filled in you. ആമേൻ. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്തിട്ട് പറഞ്ഞാട്ട്, ഈ പകൽക്കാലം 17ാമത്തെ ദിവസത്തിന്റെ പകൽക്കാലത്തിൽ ധൈര്യം നമ്മെ നിറയ്ക്കട്ടെ. Amen. Don't see the shadow. ആമേൻ. നീ ഒരിക്കലും നിഴലിൽ തട്ടി നിൽക്കരുത്. See the light behind the shadow. ഹല്ലേലൂയ, നിഴലിന്റെ പിന്നിലുള്ളതായ വെളിച്ചത്തെ കാണുക, വെളിച്ചത്തിലേക്ക് നോക്കുക. How big is the shadow? How big is the shadow? ഈ നിഴൽ എന്തോരം വലുതാണോ, that big is the light. അത്രത്തോളം വലുതാണ് വെളിച്ചവും. ഹല്ലേലൂയ. How big shadow is standing in front of you, that big light is there for you. നിന്റെ നിഴലിന്റെ വലിപ്പം എത്രയാണോ അത്രത്തോളം വലിപ്പത്തിലാണ് നിനക്ക് വേണ്ടി ഉദിച്ചിരിക്കുന്നതായ ദൈവിക വെളിച്ചം. Amen. When I was just praying, the Spirit of the Lord just says, pray for this name. Amen. Ee pernu prarthichu. Amen. I don't know if that name connected one is here or not, but pray for the protection of this name. ആമേൻ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ദൈവം ഒരു പേര് വെളിപ്പെടുത്തി. ഈ പേരിന് വേണ്ടി, ഈ പേരുള്ള വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി ഒരു സംരക്ഷണത്തിന്റെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. I see this name Reggie. ദൈവാത്മാവിനെ കാണിച്ച പേര് റെജി എന്നുള്ള പേരാണ്. Reggie. റെജി. With I see 3 pillars in his house. ഹല്ലേലൂയ. മൂന്ന് തൂണുകൾ എന്നെ കാണിക്കുന്നു. 3 തൂണുകൾ ഈ ചർച്ചിൽ കാണിക്കുന്നു. റെജി എന്നുള്ള പേര് കാണിക്കുന്നു. Amen. Under Reggie 3 pillars. ഹല്ലേലൂയ. ഈ റെജിക്ക് അകത്ത്, റെജി എന്നുള്ള പേരിന്റെ ഉള്ളില് 3 പില്ലറുകളെ എന്നെ കാണിക്കുന്നു. Pray for this name Reggie. ഈ പേരിലുള്ളതായ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. Amen. Protection. സംരക്ഷണം, ദൈവിക കരുതൽ, ദൈവിക പ്രൊട്ടക്ഷൻ. Amen. ആ പേരിലുള്ള ആള് ഇന്നലെ വെളുപ്പിന് 3 മണിയായപ്പം ഒരു വലിയ ആക്സിഡന്റ് ആ വ്യക്തിക്ക് നേരിട്ടു. വണ്ടി ഫുള്ളായിട്ട് തകർന്നു പോയി. പക്ഷേ അവര് കുടുംബമായിട്ട് സേഫാണ്. കർത്താവ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്തു. ആ ദൂതനായി നന്ദി പറയുന്നു. സഭ ഒരുമിച്ച് ഒരു ലൗഡ് ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. Amen. God is faithful. ദൈവം വിശ്വസ്തനാകുന്നു. Amen. God is. Look at your neighbors and say, God is faithful. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് പറയുക, ദൈവം വിശ്വസ്തനാണ്. When I'm standing here, I see angels there in his house. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ കാണുന്നു അവരുടെ ഭവനത്തിൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങിയിരിക്കുന്നു. When I'm standing here, I see an angel in his surrounding. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ കാണുന്നു തനിക്ക് ചുറ്റും ദൈവത്തിന്റെ ഒരു ദൂതഗണം കാണുന്നു, ദൂതഗണത്തെ കാണുന്നു. I declare courage in his life. ഹല്ലേലൂയ. ഞാൻ അവന്റെ ഭവനത്തിൽ, അവന്റെ വീട്ടിൽ, അവന്റെ ജീവിതത്തിൽ ധൈര്യത്തെ ഡിക്ലെയർ ചെയ്യുന്നു. Never again let the shadow enter into his life. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ നിഴൽ പ്രവേശിക്കുവാൻ അനുവദിക്കരുത്. Let the light be higher than every shadows. ദൈവത്തിന്റെ വെളിച്ചം എല്ലാ നിഴലുകളെയും തകർക്കട്ടെ. Amen. Wow. Look at your neighbors and say, be courageous. അടുത്തിരിക്കുന്ന വ്യക്തിയോട് കൈ കൊടുത്ത് പറയുക, ധൈര്യമുള്ളവനായിരിക്കുവാൻ പറയുക, ധൈര്യപ്പെടുത്തുക. This fasting prayer, what do you want? I want courage. ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ എന്താ നിങ്ങൾക്ക് ആവശ്യം, എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എനിക്ക് ധൈര്യം വേണം. Amen. What no churches, what no generation have done in this place, I declare, decree, let a courageous generation come up. Let a courageous generation, which no Goliath, which no bear, which no lion, which no 10,000, which no Saul can shut out. Let a courageous David generation come out of this place.
ഈ സ്ഥലത്ത് നിന്ന് ദൈവത്തിന്റെ ആത്മാവ് ധൈര്യശാലികളായുള്ള ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കുന്നു. ആരുടെയും മുമ്പിൽ തോൽക്കാത്ത, ആരുടെയും മുമ്പിൽ താഴാത്ത, ആരുടെയും മുമ്പിൽ തകരാത്ത ഒരു തലമുറയെ, ധൈര്യശാലികളായുള്ള തലമുറയെ ഇതിന് നടുവിൽ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. Amen. When I started doing ministry at the age of 13, ഞാൻ 13-ാമത്തെ വയസ്സിൽ എന്റെ ശുശ്രൂഷകൾ ആരംഭിക്കുമ്പോൾ Amen, I have only studied till 8th standard. ഞാൻ 8ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. After that I did all homeschooling. അതിനുശേഷം ഞാൻ പഠിച്ചതെല്ലാം വീട്ടിലിരുന്ന പഠിച്ചത്. Amen. 8ൽ പഠിത്തം നിർത്തിയപ്പം അവൻ അപ്പനല്ലാതെ വരെ എല്ലാരും പറഞ്ഞു തകർന്നു പോകുന്നവൻ. എന്റെ പിതാവ് ഒഴികെ ബാക്കി എല്ലാവരും പറഞ്ഞു 8ാം ക്ലാസ്സിൽ എന്റെ പഠിത്തം നിർത്തിയപ്പോൾ ഞാൻ തകർന്നു പോകുമെന്ന് പറഞ്ഞു. Only it was my dad who stood for me. ആമേൻ. എനിക്ക് വേണ്ടി നിന്നത് എന്റെ പിതാവ് മാത്രമാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. My mom loved me more. My mom loved me a lot. ആമേൻ. എന്റെ അമ്മ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. But she is an MBA gold medalist. ആമേൻ. അവളൊരു MBA ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. My mom is running 2 schools. ആമേൻ. 2 സ്കൂളുകൾ താൻ നടത്തുന്നുണ്ട്. So she said, I am a principal of 2 schools and I can't let you stop your schooling. ഞാൻ 2 സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആയിരിക്കുന്നതിനാൽ നിന്നെ ഒരിക്കലും നിന്റെ വിദ്യാഭ്യാസത്തെ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. My dad said, I see a vision. I see Aaron will stand in many nations and preach. പക്ഷെ എന്റെ പിതാവ് പറഞ്ഞു, എന്റെ മകനായ ആരോൺ വലിയ ഒത്തിരി രാജ്യങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ വചനവുമായി നിൽക്കുമെന്നുള്ളത് ഞാൻ കാണുന്നു എന്നുള്ള വിഷൻ കണ്ടു. Amen. Courageous decision. Courageous decision. ധൈര്യശാലികൾ എടുക്കുന്നതായ തീരുമാനം, ധൈര്യത്തോടെ ഉള്ളതായ തീരുമാനങ്ങൾ. After 8th I did not go to school. 8ാം ക്ലാസ് കഴിഞ്ഞ ശേഷം ഞാൻ സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ല. But a small testimony I say. എന്നാൽ ഒരു എന്റെ അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. Only in last 2024, last 12 months, God took me to 9 different countries. എന്നാൽ 2024 മാത്രം 9 വിദേശ രാജ്യങ്ങളിൽ കർത്താവിന്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. എല്ലാവരും പറഞ്ഞു അടുത്ത ഏരിയയിൽ പോയി പ്രസംഗിക്കുന്നതിന് പറഞ്ഞവരുടെ മുമ്പിൽ തന്നെ. Amen. I will prepare a table in front of your enemies. ശത്രുക്കളുടെ മുമ്പാകെ നമുക്ക് വേണ്ടി മേശ ഒരുക്കുന്ന ദൈവം, ആമേൻ, അടുത്ത സ്റ്റേറ്റുകളിൽ പോകത്തില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ തന്നെ എന്നെ 9 രാജ്യങ്ങളുടെ മുമ്പിൽ പോയി പ്രവർത്തിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. I believe let Lion of Judah ministry bring out courageous generation. ഞാൻ വിശ്വസിക്കുന്നു ലയൺ ഓഫ് ജൂദ മിനിസ്ട്രിയിൽ നിന്നും ഹല്ലേലൂയ ധൈര്യശാലികളായുള്ളതായ ഒരു തലമുറ എഴുന്നേറ്റ് വരും. With anointing some courage to fight against some Goliath. ആമേൻ. ചില ഗോലിയാത്തുമാരുടെ മുമ്പിൽ ധൈര്യത്തോടെ ആമേൻ യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ചിലരെ അഭിഷേകം ചെയ്യുന്നു. Amen. Today morning I declare the courage is imparting inside you. ആമേൻ. ഈ പകൽക്കാലത്തിന്റെ പ്രഭാതത്തിൽ നിങ്ങളുടെ മേലിലേക്ക് ദൈവികമായ ധൈര്യത്തെ ഞാൻ ഇംപാർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, പകർന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. Amen. First one was courage. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ധൈര്യം എന്നുള്ളതാണ്. ധൈര്യം. Second one, രണ്ടാമത്തെ പോയിന്റ്, avoid transactional prayers. ആമേൻ. ഈ ട്രാൻസാക്ഷണൽ ആയിട്ടുള്ളതായ പ്രാർത്ഥനകൾ അവോയ്ഡ് ചെയ്യുക, അതായത് ജൽപ്പനങ്ങൾ അവോയ്ഡ് ചെയ്യുക. Amen. In other words, if I say you do this, I will do this. Amen. ഓക്കെ. ഈ ഒരാൾ നീ അത് ചെയ്ത് നീ ഇന്നത് ചെയ്യുക, ഞാൻ ഇന്നത് ചെയ്യാം, തമ്മിലുള്ളതായ ഈ പൊത്തുവരുത്തപ്പെടലുകൾ നിർത്തിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് പറയുന്നു. We pray, Lord, if you do this, I will do this. ആമേൻ. ദൈവത്തോടുള്ളതായ ഉടമ്പടി അല്ലെങ്കിൽ കണ്ടീഷണൽ ആയിട്ടുള്ളതായ ചില പ്രാർത്ഥനകൾ, ദൈവം നീ ഇത് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇത് ചെയ്യാം എന്നുള്ളതായ തീരുമാനങ്ങൾ മാറ്റുവാൻ ദൈവാത്മാവ് പറയുന്നു. He does not need a miracle to make you obedient. Amen. ആമേൻ. ദൈവം നിന്റെ മുമ്പിൽ ഒരു അത്ഭുതം പ്രവർത്തിച്ചതിന് ശേഷം നിന്നെ അനുസരണമുള്ളവനാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. Amen. Be a generation who can stand and praise God before the rain. ആമേൻ. ദൈവത്തിന്റെ അത്ഭുതം വരുന്നതിന് മുമ്പ് തന്നെ ദൈവിക ആലോചനയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുകയും നിൽക്കുകയും ചെയ്യുന്ന തലമുറയെ ദൈവം ആഗ്രഹിക്കുന്നു. Amen. Look at your neighbors and say, let transactional prayers, amen, let give and take prayers end over today. ആമേൻ. ഗിവ് ആൻഡ് ടേക്ക് ആയിട്ടുള്ളതായ പ്രയറുകൾ, പ്രാർത്ഥനകൾ ഇന്ന് അവസാനിക്കട്ടെ എന്ന് തമ്മിൽ എന്ന് പറയാമോ? തമ്മിൽ കൈ കൊടുത്ത് പറയുക, ഗിവ് ആൻഡ് ടേക്ക് പ്രയർ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു. Amen. I don't need a miracle to stand strong. I have already seen what God has kept for me. ആമേൻ. എനിക്കൊരു അത്ഭുതത്തിന്റെ ആവശ്യമില്ല ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ. ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഞാൻ എന്റെ ആത്മ കണ്ണുകൾ കൊണ്ട് കണ്ടിരിക്കുന്നു. Amen. Amen. That's what Ruth said. രൂത്ത് അതാണ് പറയുന്നത്. I don't know what you do. I don't know who you are. I don't know who's your God, but your God is my God. നിന്റെ ദൈവം
എന്റെ ദൈവം. റൂത്ത് അതാണ് പറയുന്നത്, നീ എവിടെ പോകുന്നു, നീ എന്ത് ചെയ്യുന്നു എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒന്ന് ഞാൻ അറിയുന്നു, നിന്റെ ദൈവം എന്റെ ദൈവം. എത്ര പേർക്ക് പറയാം അവൻ എന്റെ ദൈവം, മൈ ഗോഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പറയാൻ സാധിക്കും, എന്റെ ദൈവം. I don't need a miracle to stand for my God. I can stand without any miracles for my God. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ എനിക്കൊരു അത്ഭുതത്തിന്റെ സഹായം ആവശ്യമില്ല. അത്ഭുതമില്ലാതെയും ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും. Amen. First one, let there be a courage. ഒന്ന്, നമുക്കൊരു ധൈര്യം ഉണ്ടാകട്ടെ. Second, let all the transactional give and take prayers get end. രണ്ട്, ഗിവ് ആൻഡ് ടേക്ക് ആയിട്ടുള്ളതായ പ്രാർത്ഥനകൾ അവസാനിക്കട്ടെ. Third one, മൂന്നാമത്തെ പോയിന്റ്, rejection is not abandonness. ഹല്ലേലൂയ. ഈ തള്ളപ്പെടുക എന്നുള്ളത് ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടുക എന്നല്ല അതിന്റെ അർത്ഥം. Amen. Rejection and abandonness is totally different. ആമേൻ. അവസരങ്ങൾ നിഷേധിക്കപ്പെടുക എന്നുള്ളതും ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടുക എന്നുള്ളതും ഒന്നല്ല, അത് രണ്ടാണ്. Amen. 18 years Jesus had to wait. ആമേൻ. 18 വർഷം യേശു കാത്തിരുന്നു. Amen. 18 വർഷം കാത്തിരുന്ന ശേഷം he is now in Jordan. ആമേൻ. ഇപ്പോൾ യേശു യോർദാന്റെ നദിക്കരയിലാണ്. Standing in the crowd. ഹല്ലേലൂയ. ആ വലിയ സമൂഹത്തിന് മുമ്പിൽ യേശു നിൽക്കുകയാണ്. 18 വർഷം കാത്തിരുന്നും സൗമത്തിന്, ആമേൻ, he had to stand in the crowd. ആമേൻ. 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം യേശുവിന് ജനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടതായ സാഹചര്യം There was ഉണ്ടായിരുന്നു. no stage for him. ആമേൻ. യേശുവിന് നിൽക്കുവാനായിട്ട് ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നില്ല. Amen. All the crowd is leaving Jesus and going near John. ആമേൻ. എല്ലാവരും യോഹന്നാന്റെ അടുക്കലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അവൻ മരണത്തിന്, അവൻ the one who can raise up death is here, but they are going near John. ആമേൻ. മരണത്തിൽ നിന്നും ഒരുത്തനെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ കഴിവുള്ളവനായ യേശു ഇവിടെ നിൽക്കുമ്പോൾ ജനമെല്ലാം പോയിക്കൊണ്ടിരുന്നത് യോഹന്നാൻ സ്നാപകന്റെ അടുക്കലേക്കായിരുന്നു. വെള്ളത്തിനെ വീഞ്ഞാക്കാൻ പറ്റാനുള്ള എല്ലാ ശക്തിയുള്ള യേശു ഇരിക്കുമ്പോൾ ജനങ്ങളെല്ലാം യോഹാനിന്റെ ഇടയ്ക്ക് പോവാ. ആമേൻ. Amen. He was in a state of rejection or in a state of ignorance. ആമേൻ. മറ്റുള്ളവരാൽ ത്യജിക്കപ്പെടുന്നതായ, തിരസ്കരിക്കപ്പെടുന്നതായ ഒരു സീസണിലായിരുന്നു എന്റെ യേശു കടന്നുപോയിക്കൊണ്ടിരുന്നത്. But what did John do? എന്നാൽ എന്താണ് യോഹന്നാൻ ചെയ്തത്? In front of that same crowd, ആ അതേ സമൂഹത്തിന്റെ മുമ്പാകെ he raised his hand and said, യോഹന്നാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, Ego, here, the Lamb of God is standing here. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ യോഹന്നാൻ യേശുവിനെ സമൂഹത്തിന് പരിചയപ്പെടുത്തി. Today I say the place where you got rejected, God will point you out, not tell you out, point you out and say, this is the Lamb of God. നീ എവിടെ തിരസ്കരിക്കപ്പെട്ടുവോ, നീ എവിടെ തള്ളപ്പെട്ടുവോ, അതിന്റെ നടുവിൽ നിന്നെ ചൂണ്ടിക്കൊണ്ട് ദൈവാത്മാവ് പറയാൻ പോകുകയാണ്. Today God is pointing out some people. ഇവിടെ ഇരിക്കുന്ന ചിലരെ ദൈവാത്മാവ് വിരൽ ചൂണ്ടുകയാണ്. God is pointing out you for something greater. ഹല്ലേലൂയ. വലിയ ചിലതിനു വേണ്ടി ചിലരെ ദൈവാത്മാവ് വിരൽ ചൂണ്ടുന്നു. Amen. Look at your neighbor and point towards them. അടുത്തിരിക്കുന്നവരോട് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞാട്ട്, you are the one. ഹല്ലേലൂയ. നീയാണ് അവൻ, നീയാണ് ആ വ്യക്തി. For this revival you are the one. പറഞ്ഞാട്ട് അടുത്തിരിക്കുന്നവരോട് വിരൽ ചൂണ്ടി പറഞ്ഞാട്ട്, ദൈവം അന്വേഷിക്കുന്നവൻ നീ തന്നെയാണ്. ഈ ഉണർവിന് നീ മതി. Amen. For this revival you are enough. ഈ ഉണർവിന് നീയാണ് ആവശ്യം, നിന്നെയാണ് ദൈവം കണ്ടിരിക്കുന്നത്. God does not need anybody else. God, you are more than enough. വേറെ ആരെയും ദൈവത്തിന് ആവശ്യമില്ല, ദൈവത്തിന് നിന്നെയാണ് ആവശ്യം. Amen. Yes. These Pharisees and Sadducees, they were not together. ഈ പരീശന്മാരും സാദൂക്യരും ഒരിക്കലും ഒരുമിച്ചായിരുന്നില്ല. They were two different people, two different groups. അവർ രണ്ട് വ്യത്യസ്തമായ ഗ്രൂപ്പുകളായിരുന്നു. But to face against Jesus. പക്ഷേ യേശുവുമായിട്ട് സംവദിക്കാൻ നേരത്ത് they came together. അവർ ഒരുമനപ്പെട്ടു, ഐക്യബദ്ധപ്പെട്ടു. Amen. Enemies will come together to fight you. ആമേൻ. നിനക്കെതിരായിട്ട് വ്യത്യസ്തമായ ശത്രുക്കൾ ഒരുമനപ്പെടുന്ന കാഴ്ച നീ കണ്ടേക്കാം. എനിക്ക് എന്നാ പറഞ്ഞ അവർക്കറിയാം, ഒന്നായി നിന്ന ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ. രണ്ടായി നിന്നാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ വർഷത്തിൽ let enemies become friends to face you, but I say you stand strong. God will prepare a way in front of your enemies. Praise the Lord. നിനക്കെതിരായിട്ട് ശത്രുക്കൾ കൂട്ടം കൂടി എന്ന് വന്നേക്കാം, അവർ ഒരുമനപ്പെട്ടെന്ന് വന്നേക്കാം. എന്നാൽ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്കെതിരായിട്ട് ഉണ്ടാക്കുന്നതായ ഒരായുധം ഫലിക്കാതെ വണ്ണം, ഒരു ശത്രുവിന്റെ പദ്ധതിയും നിനക്കെതിരായി പ്രബലപ്പെടാതെ വണ്ണം ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു.
Anybody connected to this name? Anil here. അനിൽ എന്നുള്ള പേരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അനിൽ, അനിൽ. In your family? Yes. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും അനിൽ എന്നുള്ള പേരിലുണ്ടോ? അനിൽ. Who is Anil? Son. Amen. The Spirit of the Lord just inspires me to say. ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയാനായിട്ട് പ്രേരണ നൽകുന്നു. God is opening a great favor in his life. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയൊരു ഫേവർ വെളിപ്പെടാൻ പോകുന്നു. ദൈവിക സ്നേഹം വെളിപ്പെടാൻ പോകുന്നു. In Anil's life. അനിലിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. How God brought back a prodigal son. ഒരു ദൂർത്തുപുത്രനെ മടക്കി വരുത്തുന്നതായ അവസ്ഥയെ പോലെ തന്നെ The Spirit of the Lord says, ഹല്ലേലൂയ, അതുപോലെ തന്നെ നിന്റെ മകനെ ദൈവം മടക്കി കൊണ്ടുവരുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. I will bring him back. ഞാൻ അവനെ മടക്കി വരുത്തു. I will bring him back. ഞാൻ അവനെ മടക്കി വരുത്തു. In front of every enemies who said his life is over, today morning I say, അവന്റെ ജീവിതം അവസാനിച്ചെന്ന് പറഞ്ഞ എല്ലാ ശത്രുക്കളുടെയും മുമ്പാകെ ഞാൻ അവനെ മടക്കി വരുത്തു. I will bring him back stronger in the love of Jesus. യേശുവിന്റെ സ്നേഹത്താൽ ഞാൻ അവനെ ധൈര്യമുള്ളവനായി ഉറപ്പുള്ളവനായി മടക്കി വരുത്തു. The Spirit of the Lord just inspires me to say, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുവാനായിട്ട് നിയോഗം നൽകുന്നു. you are praying for you as you are sitting there, you are praying for your generations. നീ അവിടെ ഇരിക്കുമ്പോൾ നിന്റെ തലമുറകൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. But the Lord just inspires me to say, don't worry, don't worry. Amen. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നീ ഒരിക്കലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല, വേദനിക്കേണ്ട ആവശ്യമില്ല. Change your prayer request. ആമേൻ. നിന്റെ പ്രാർത്ഥനയുടെ രീതി ഒന്ന് മാറ്റാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. Old prayer request is over. നിന്റെ പഴയ പ്രാർത്ഥനയുടെ ആമേൻ പ്രാർത്ഥന റിക്വസ്റ്റ് മാറിയിരിക്കുന്നത് കഴിഞ്ഞിരിക്കുന്നു. I have touched your generations. നിന്റെ തലമുറയെ ഞാൻ തൊട്ടിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. Next fasting prayer, അടുത്ത ഫാസ്റ്റിംഗ് പ്രയറിൽ you and your generations will stand together and worship the Lord. നീയും നിന്റെ തലമുറയും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ഈ ആലയത്തിൽ ഉണ്ടാകും. I open the door of salvation. ഓ ഹല്ലേലൂയ. രക്ഷയുടെ വാതിൽ ഞാൻ ഈ കുടുംബത്തിന് മുമ്പാകെ തുറക്കുന്നു. I open the door of salvation, peace. രക്ഷയുടെ വാതിൽ ഞാൻ തുറക്കുന്നു. I break every tie in the, I break everything which is tying them. ആമേൻ. അവരെ കെട്ടിയിരിക്കുന്ന സകല ബന്ധനങ്ങളെയും ഞാൻ അഴിക്കുന്നു. In the name of Jesus. ഈ യേശുവിന്റെ നാമത്തിൽ ഞാൻ അത് അഴിക്കുന്നു. Let them come out. ആമേൻ. അവർ പുറത്തു വരട്ടെ. May God bless you. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. Amen. Rejection is not abandonness. ആമേൻ. തിരസ്കരിക്കപ്പെടുക, ത്യജിക്കപ്പെടുക എന്നുള്ളത് ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. Fourth one. നാലാമത്തെ പോയിന്റ്, You always don't need power. നിനക്ക് എപ്പോഴും ശക്തിയുടെ ആവശ്യമില്ല. Sometimes you need patience. ചില സമയത്ത് നിനക്ക് ആവശ്യം ക്ഷമയാണ്. Amen. Look at your neighbors and say patience. അടുത്തിരിക്കുന്നവരോട് പറയാമോ, ക്ഷമ വേണമെന്ന് പറ. ക്ഷമയോടെ കാത്തിരിക്കാൻ പറയാം. Amen. I'll just tell one story and go forward. ഞാനൊരു കഥ പറഞ്ഞു മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. My dad's name is Pastor Vinod Chako. എന്റെ പപ്പയുടെ പേര് വിനോദ് ചാക്കോ എന്ന, പാസ്റ്റർ വിനോദ് ചാക്കോ എന്നാണ്. He's now 49 years old. താനിപ്പോൾ 49 വയസ്സുള്ളവനാണ്. I mean 2 years ago, 2 വർഷം മുമ്പ് in COVID time, കോവിഡിന്റെ സമയത്ത്, I mean he is not that gadget friendly guy. തനിക്ക് ഈ ഗാഡ്ജറ്റിനോട്, അതായത് മൊബൈൽ അങ്ങനെയുള്ള കാര്യങ്ങളോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. I mean he is a good chef. നല്ലൊരു കുക്കാണ് അദ്ദേഹം. നല്ല രീതിയിൽ ഭക്ഷണം വെക്കും. Amen. ആര് കഴിക്കൂല്ല അറിയത്തില്ല. പപ്പ ഉണ്ടാക്കിയ പപ്പ കഴിക്കും, പപ്പ തീർക്കും. Amen. He is a good chef. Amen. മറ്റുള്ളവർ കഴിക്കുമല്ലോ എന്നുള്ള എന്നോട് ചോദിക്കരുത്. പപ്പ ഉണ്ടാക്കി പപ്പ തന്നെ കഴിക്കും. Amen. നല്ലൊരു ഷെഫാണ്. He ordered a chicken, a quarter kg chicken from Zomato. സൊമാറ്റോ വഴി താനൊരു ഒരു കോഴിക്കറി ഓർഡർ ചെയ്തു. I mean no, chicken, live chicken. ലൈവ് ചിക്കൻ ഓർഡർ ചെയ്തു സൊമാറ്റോ വഴി. I mean so he used some portion of the chicken, ate, and other he kept it in the fridge. കുറച്ച് ഭാഗം എടുത്ത് കറി ഉണ്ടാക്കി, കുറച്ച് ഭാഗം എടുത്ത് താൻ ഫ്രിഡ്ജിൽ വെച്ചു. Amen. അടുത്ത ദിവസം പകൽ ഫ്രിഡ്ജ് തുറന്ന് ഈ ഭാഗം എടുക്കാൻ നോക്കിയപ്പോൾ എന്നായി? I mean പ്ലാസ്റ്റിക് കവറിൽ വെച്ചോണ്ട് അത് it became as an ice there. അത് പ്ലാസ്റ്റിക് കവറിൽ വെച്ചതായ ചിക്കൻ പ്ലാസ്റ്റിക്കുമായിട്ട് ഒട്ടിപ്പിടിച്ച് അത് ഐസ് ആയിട്ടിരിക്കുകയാണ്. I mean he is trying to pull it out. താൻ അതിൽ നിന്നും ചിക്കനെ വേർപെടുത്താനായിട്ട് ശ്രമിച്ചു. 10-20 മിനിറ്റ് ആയി വരുന്നില്ല. 10-20 മിനിറ്റ് താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചിക്കനും പ്ലാസ്റ്റിക്കും ഒരുമിച്ചിരിക്കുന്നു, അതിൽ നിന്നും വേർപെട്ട് വരുന്നില്ല. പപ്പ എന്നെ വിളിക്കത്തില്ല, പപ്പ ആണല്ലേ.
He's 50 years old now. I mean, why a son should come? I will do it. ഓക്കെ, എന്റെ പപ്പയല്ലേ എന്നെ ഒരു കാരണവശാലും വിളിക്കത്തില്ല, 50 വയസ്സുള്ള ഞാനല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് താൻ അതിനെ വേർപെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. If I bring my son, it shows that I am not powerful. ആമേൻ. ഞാൻ എന്റെ മകനെ വിളിച്ചു കഴിഞ്ഞാൽ മകൻ ചിന്തിക്കും പപ്പയ്ക്ക് ശക്തിയില്ലെന്ന് ചിന്തിക്കുമെന്ന് താൻ വിചാരിച്ചു. ശ്രമിച്ചു, 20 മിനിറ്റായി വന്നില്ല. 10-20 മിനിറ്റ് താൻ ശ്രമിച്ചു, പക്ഷെ അത് പുറത്തു വന്നില്ല. പിന്നെ ആരോനെ വിളിച്ചു, അവസാനം എന്നെ വിളിച്ചു. അവൻ I also tried 20 മിനിറ്റ് ഒന്നും വന്നില്ല. ഞാനും 20 മിനിറ്റ് ട്രൈ ചെയ്തു, പക്ഷെ അത് പുറത്തു വരുന്നില്ല. പപ്പ ആലോചിച്ചു ഇന്ന് ചിക്കൻ വരണം അല്ലെങ്കിൽ ഞാൻ വെക്കണം. അവൻ എനിത്തിങ് we will decide and only we'll go. ഒന്നുകിൽ ഞാൻ ജയിക്കും, അതല്ലെങ്കിൽ ചിക്കൻ ജയിക്കും, ഇതിൽ ഏതെങ്കിലും ഒന്ന് നടന്നേ പറ്റൂ എന്ന് തീരുമാനിച്ചു. He took a hammer and started to hit. താൻ ഒരു ചുറ്റിക എടുത്ത് അടിക്കാൻ തുടങ്ങി. Nothing is happening. ഒന്നും സംഭവിക്കുന്നില്ല. Suddenly my mother comes. അതിന്റെ ഇടയിൽ എന്റെ അമ്മ കയറി വന്നു. Takes water and put on the fridge. ഈ ചിക്കന്റെ പീസ് എടുത്തിട്ട് കുറച്ച് വെള്ളം അതിന്റെ മുകളിൽ ഒഴിക്കാൻ തുടങ്ങി. Suddenly the ice started to melt down. കുറച്ച് പെട്ടെന്ന് തന്നെ ഈ ഐസ് ഉരുകാൻ തുടങ്ങി, ഐസ് ഉരുകി മാറാൻ തുടങ്ങി. My mom said, അതിനുശേഷം എന്റെ അമ്മ പറഞ്ഞു, you don't need power, sometimes you need patience. നിനക്ക് ശക്തിയല്ല ആവശ്യം, ചില സമയം നിങ്ങൾക്ക് ക്ഷമയാണ് ആവശ്യം എന്ന് പറഞ്ഞു. Look at your neighbors and say, be patientful. ഹല്ലേലൂയ എന്ന് പകൽക്കാലത്തിൽ അടുത്തിരിക്കുന്നവരോട് പറയുക, ഹല്ലേലൂയ ക്ഷമയുള്ളവനാവുക. What you could not do with power, you can do it with patience. ഹല്ലേലൂയ നിനക്ക് ശക്തി കൊണ്ട് കഴിയാത്തതായ കാര്യം നിനക്ക് ക്ഷമ കൊണ്ട് നേടിയെടുക്കുവാൻ കഴിയുമെന്ന് പറയുന്നു. 18 years 18 വർഷം she was waiting. ഹല്ലേലൂയ 18 വർഷം കാത്തിരുന്നു. 18 years. At least if she would have thought, okay, ഇനി നടക്കത്തില്ല, യേശു വരുന്ന ഒരു ദിവസം മുമ്പേ വിട്ടുപോയായിരുന്നെങ്കിൽ അനുഗ്രഹം, she would never be blessed. 18 വർഷത്തോളം കാത്തിരുന്നതായ സ്ത്രീ യേശു വരുന്ന ശബ്ദത്തിൽ വരാതെ ഇനി ഇതൊരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞ ശബ്ദത്തിൽ വരാതിരുന്നെങ്കിൽ അവളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുകയില്ലായിരുന്നു. Be patient. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, ക്ഷമയുള്ളവനായിരിക്കുക. Your time will come. ദൈവത്തിന്റെ സമയം വരുന്നു. Your time will come. നിന്റെ സമയം വരുന്നു. I believe this 17th and 18th day will be your time. ഹല്ലേലൂയ. ഈ 17ാം ദിവസം കഴിഞ്ഞ് 18 നിന്റെ ദിവസമാണെന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ ഡിക്ലെയർ ചെയ്യുന്നു. Amen. Amen. Fifth thing I just want to say. അഞ്ചാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, God will make a miracle in midst of your troubles. ഹല്ലേലൂയ നിന്റെ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ ദൈവം അത്ഭുതം ചെയ്യും. Because Bible says, അതുകൊണ്ട് വചനം പറയുന്നത് എങ്ങനെയാണ്? He is a pleasant help in the trouble. ഹല്ലേലൂയ അവൻ കഷ്ടകാലത്ത് നിനക്ക് തുണയായിരിക്കുന്ന ദൈവമാണ്. Not an help when everything is okay, when everything is bad, he is a pleasant help. സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമല്ല, എന്നാൽ നിന്റെ സാഹചര്യങ്ങൾ വിപരീതമായിരിക്കുമ്പോൾ, പ്രതികൂലമായിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. I may be weak, but through him I am strong. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നീ വളരെ ക്ഷീണിച്ചിരിക്കുന്നവനായിരിക്കാം, എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, എന്റെ ദൈവത്താൽ ഞാൻ ശക്തിയുള്ളവനാണ്. I may be weak, but I am strong. I may be poor, but I am rich. Through Christ I can do all things. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. ഞാൻ ക്ഷീണിച്ചിരിക്കുന്നവനായിരിക്കാം, എന്നാൽ എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. Amen. He will do miracles in your trouble situation. നിന്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ ശക്തനാണ്. Last but not the least. ആമേൻ. ഏറ്റവും അവസാനത്തെ പോയിന്റ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, My favorite point. Amen. Enemies hide blessings in opportunities. ആമേൻ. അവസരങ്ങളുടെ മുമ്പിൽ ശത്രു നിന്റെ അനുഗ്രഹങ്ങളെയും നന്മകളെയും മറച്ചു വെക്കുന്നു. Amen. In midst of your wilderness, God, enemy will hide a blessing. ആമേൻ. ഈ വിൽഡർനെസ് അഥവാ ശൂന്യതകളുടെയും വരണ്ട അവസ്ഥയുടെ നടുവിൽ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ചില നന്മകളെ ശത്രു തടഞ്ഞു വെച്ചിരിക്കുകയാണ്, മറച്ചു വെച്ചിരിക്കുകയാണ്. Do you want a blessing? നിനക്കൊന്നൊരു പകൽക്കാലം അനുഗ്രഹം ആവശ്യമുണ്ടോ? നീ ആഗ്രഹിക്കുന്നുണ്ടോ? There will be a wilderness in your life. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിശ്ചയമായും ഒരു വിൽഡർനെസിന്റെ അവസ്ഥയുണ്ടാകും, ഒരു വരണ്ട നിലത്തിന്റെ അവസ്ഥയുണ്ടാകാം. Without a wilderness, ഒരു മരുഭൂമിയുടെ അവസ്ഥയില്ലാതെ there is no blessing. ഒരു അനുഗ്രഹത്തിന്റെ അനുഗ്രഹം പൊങ്ങി വരുന്നില്ല. One thing I say, ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, every opportunities are hidden in tough seasons. എല്ലാ സാധ്യതകളും എല്ലാ അവസരങ്ങളും ഒരു കഷ്ടത്തിന്റെ സമയത്ത് മറഞ്ഞിരിക്കുകയാണ്. But one thing I just say this revelation and we are going to pray. ഇതൊരു വെളിപ്പാടാണ്, അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. But you should take a step forward. നീ മുന്നോട്ട് ധൈര്യത്തോടെ സ്റ്റെപ്പ് വെക്കുവാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. ഒന്ന് സൈഡിൽ ഇരിക്കുന്ന കൈ കൊടുത്ത് പറഞ്ഞ ഒരു സ്റ്റെപ്പ് മുമ്പിലോട്ട് വെക്കുക. ആമേൻ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്ത് പറയാം, let us take one step ahead. ഒരു സ്റ്റെപ്പ് മുമ്പിലോട്ട് വെക്കുക. One step ahead. ആമേൻ. 18 വർഷം കാത്തിരുന്ന യേശുവിന് 18 years he waited. What took
for him to come in midst of the Jordan. 18 വർഷം കാത്തിരുന്നതായ യേശു എന്തുകൊണ്ടാണ് യോർദാന്റെ നദിക്കരയിലേക്ക് വന്നത്? From the crowd to the baptism place വരാൻ വേണ്ടി എന്നാ വേണ്ടി വന്നു? എന്ത് കാരണം കൊണ്ടാണ് യേശു ഈ ജനത്തിന്റെ നടുവിൽ നിന്നും യോർദാനിലേക്ക് സ്നാനത്തിനായി വന്നതിന്റെ കാരണം എന്ത്? What more did he need? What did he need? യേശുക്ക് എന്നാ വേണ്ടി വന്നു? എന്തുകൊണ്ടാണ് യേശു വന്നത്? Look at your neighbors and say, അടുത്തിരിക്കുന്നവരോട് കൈ കൊടുത്തിരുന്നു പറഞ്ഞാട്ട്, Jesus need only few steps. ആമേൻ. യേശുവിന് വേണ്ടി വന്നത് ചില സ്റ്റെപ്പുകൾ മാത്രമാണ്, ചില കാൽച്ചുവടുകൾ മാത്രമാണ്. അവൻ 5-6 സ്റ്റെപ്പ് വെച്ചപ്പോൾ ഇടയ്ക്ക് കയറി. അവൻ from the crowd 1 2 3 4 5 6 now in the center position. ആമേൻ. ആ ജനത്തിന്റെ സമൂഹത്തിന്റെ നടുവിൽ നിൽക്കുന്നതാ യേശു 4 5 6 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ താൻ ജനത്തിന്റെ നടുവിൽ വന്ന് നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. Amen. Lion of Judah Church, what do you want for a miracle? Only 5-6 steps are remaining. When you take the 5th step, here heavens will open up for you. Yes, 5th step, the heaven is waiting to open up for you. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ലയൺ ഓഫ് ജൂദ ചർച്ചിനോട് നീ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും ചില സ്റ്റെപ്പുകൾ മാത്രം മുന്നോട്ട് വെക്കുക. 5 6 സ്റ്റെപ്പ്, 6ാമത്തെ സ്റ്റെപ്പിൽ നീ നിൽക്കുന്നത് അത്ഭുതത്തിലായിരിക്കും. കൂടുതൽ സ്റ്റെപ്പ് വേണ്ടിയല്ല, 5 സ്റ്റെപ്പിൽ തുറന്ന സ്വർഗ്ഗം. 5 സ്റ്റെപ്പ് വെച്ചപ്പോൾ എങ്ങനെ സ്വർഗ്ഗം തുറന്നു? Today morning I say, take a step forward in your life. മുന്നോട്ട് സ്റ്റെപ്പുകൾ വെക്കുക, നീ അത്ഭുതത്തിലേക്ക് നടക്കുകയാണ്. Amen. Look at your neighbors and say, what do you need? അടുത്തിരിക്കുന്നവരോട് ചോദിക്കാം, നിനക്ക് എന്താ വേണ്ടത്? What do you need? നിനക്ക് എന്താ വേണ്ടത്? Only 5 steps. ഹല്ലേലൂയ. 5 സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുക, അത്ര മാത്രം. Your blessing is near. ഹല്ലേലൂയ. നിന്റെ അനുഗ്രഹം ഏറ്റവും അടുക്കൽ തന്നെയുണ്ട്. When you take a step forward, നീ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ things will turn around. നിന്റെ മുമ്പിൽ സാഹചര്യങ്ങൾ അനുകൂലമായി മാറും. ഇനി 17ാമത്തെ ദിവസത്തിൽ ടേൺ അറൗണ്ട് നടക്കും. ഹല്ലേലൂയ. 17ാം ദിവസത്തിൽ ഒരു വലിയ ടേൺ അറൗണ്ട് നടക്കാൻ പോകുകയാണ്. A twisted lady became normal. ഹല്ലേലൂയ. കൂനിയായ ഒരു സ്ത്രീ നിവർന്ന് അവൾ സൗഖ്യമായതുപോലെ Today morning I say, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, I declare a turn around in your life. നിന്റെ ജീവിതത്തിൽ സമൂലമായ ഒരു മാറ്റത്തെ ഈ പകൽക്കാലം ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. Amen. What turn around in Jordan? ഈ യോർദാനിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? ചില 3-4 ടേൺ അറൗണ്ടിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ തീർക്കാൻ പോവാണ്. ഒരു 3-4 ടേൺ അറൗണ്ട്, അത് സമൂലമായ മാറ്റങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു. യോർദാനിൽ നടന്ന ഒരു ടേൺ അറൗണ്ട്. യോർദാനിൽ നടന്ന ടേൺ അറൗണ്ടുകൾ. Is John and Jesus meeting for the first time? ഈ യോർദാൻ ആദ്യമായിട്ടാണോ യേശു യോർദാനിൽ വരുന്നത്? അല്ലല്ല. John and Jesus meeting for the first time. യോഹന്നാൻ സ്നാപകനും യേശുവും ആദ്യമായിട്ടാണോ കണ്ടുമുട്ടുന്നത്? ആദ്യമായിട്ടാണോ? അല്ലേ? ആദ്യമായിട്ടാണോ യോഹന്നാനും യേശു കണ്ടുമുട്ടുന്നത്? ആദ്യമായിട്ടാണോ യോഹന്നാനും യേശുവും തമ്മിൽ കണ്ടുമുട്ടുന്നത് എന്നാണ് ചോദ്യം. ആണോ? അല്ലേ? പിന്നെ ആദ്യമായിട്ട് എപ്പോഴായിരുന്നു? ഗർഭത്തിലാണ്. ജീസസ് ഇൻ മേരീസ് വൂം, ജോൺ ഇൻ എലിസബത്ത്സ് വൂം. യേശു മറിയയുടെ ഉദരത്തിലും യോഹന്നാൻ എലിസബത്തിന്റെ ഉദരത്തിലും കിടക്കുമ്പോൾ ഇവർ തമ്മിലുള്ളതായ ഒരു കാട്ടുമുട്ടൽ ഉണ്ടായിരുന്നു. അവിടെ വെച്ചും in Jordan also they are in wet place, in the womb also they are in wet place. Hallelujah. ഈ യോർദാനിന്റെയും യോർദാനിൽ വെച്ച് കണ്ടുമുട്ടുമ്പോഴും എലിസബത്തും മേരിയും തമ്മിൽ കണ്ടുമുട്ടുമ്പോഴും ഒരു സമാനതയുണ്ട്. 2 സ്ഥലവും വെള്ളത്താൽ നിറഞ്ഞതായ ഒരു സ്ഥലമാണ്. ഫസ്റ്റ് ടൈം കണ്ടുമുട്ടിയപ്പം പരിശുദ്ധാത്മാവ് യോഹാന്റെ മേലിൽ ഇറങ്ങി. രണ്ടാമത്തെ പ്രാവശ്യം കണ്ടുമുട്ടിയപ്പം യേശുവിന്റെ മേലിൽ ഇറങ്ങി. Amen. There was a complete turn around. ആദ്യം കണ്ടുമുട്ടിയപ്പോൾ യോഹന്നാന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി. രണ്ടാമത് കണ്ടുമുട്ടിയപ്പോൾ യേശുവിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി. I declare one season to serve, the next season to be served. ആമേൻ. ഒരു സീസണിൽ നീ മറ്റുള്ളവരെ ശുശ്രൂഷിക്കും, മറ്റൊരു സീസണിൽ മറ്റുള്ളവർ നിന്നെ ശുശ്രൂഷിക്കും. Amen. Jesus is coming in a donkey to Jerusalem. ആമേൻ. യേശു ഒരു കഴുതപ്പുറത്ത് യെരുശലേമിലേക്ക് കടന്നു വരികയാണ്. ആമേൻ. പാം സൺഡേ, എത്ര പേര് അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? പാം സൺഡേ. ആമേൻ. കുരുത്തോല ഞായറാഴ്ച എന്ന് പറയുന്നത് പാം സൺഡേയെ കുറിച്ച് ആദ്യമായിട്ടാണ് യേശു കഴുതപ്പുറത്തിന്റെ മേളില്. For the first time Jesus is coming to the Jerusalem on a donkey. ആദ്യമായിട്ടാണോ? Is he sitting on a donkey for the first time?
യേശു ആദ്യമായിട്ടാണോ ഈ ഒരു കഴുതയുടെ പുറത്ത് ഇരിക്കുന്നത്? ആദ്യമായി എപ്പോഴാ? ആദ്യമായിട്ട് ഡോങ്കിയുടെ അത് കഴുതപ്പുറത്ത് യേശു സഞ്ചരിച്ചത് എപ്പോഴായിരുന്നു? അവൻ മരിയയുടെ ഗർഭപാത്രത്തിന്റെ അകത്ത് യെരുസലേമിനെ വിട്ട് ഓടിപ്പോവാ അല്ലേ? അവൻ ആ പ്രാവശ്യം ജീവൻ എടുക്കുന്ന ഭയത്തിൽ ഓടിപ്പോവാ. 33.5 വർഷ ശേഷം തിരിച്ച് യെരുസലേമിലേക്ക്. ജീവൻ എടുക്കുമെന്ന് ഭയമല്ല, ജീവൻ കൊടുക്കാൻ. ജീവൻ കൊടുക്കാൻ ഈ പകല് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതേ സിറ്റിയിൽ ഒരു ടേൺ അറൗണ്ട്. You will have a turn around in your life. നിന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു മാറ്റം സംഭവിക്കാൻ പോകുകയാണ്. Last time Jesus is running away. Last time he is running away. Amen. ഇതിനു മുമ്പ് യേശു ഈ യെരുശലേമിൽ നിന്നും ഓടി ഒളിക്കുന്നതായ അവസ്ഥയിലാണ് ഒരു കഴുതയുടെ പുറത്ത് കയറി യാത്ര ചെയ്തത്. This time he is running into Jerusalem. എന്നാൽ ഈ തവണ ഒരു കഴുതയുടെ പുറത്ത് കയറി യെരുശലേമിലേക്ക് കടന്നു വരുന്നതായ യേശു എന്നാ പറയും? 33.5 വർഷം. ആമേൻ. തുടങ്ങിയത് മുതൽ കൈതയുടെ മേളില്, ഇപ്പോഴും ഞാൻ കൈതയുടെ മേളില. 33.5 വർഷം നിനക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. Started with a donkey, now also in a donkey. I am alive. I am still alive. Today prophetically I say, let a turn around start in your life. നിന്റെ ജീവിതത്തിൽ ഈ വലിയ സമൂലമായ മാറ്റം സംഭവിക്കുന്നു എന്ന് ഞാൻ പറയുന്നു. 33.5 വർഷം മുമ്പും ഒരു കഴുത പുറത്ത്, 33.5 വർഷത്തിന് ശേഷവും കഴുത പുറത്ത്, എന്നാൽ ജീവൻ കൊടുക്കുന്നവനായി ഇപ്പോൾ നീ മാറിയിരിക്കുന്നു. Donkey does not determine your anointing. You are still alive. ഹല്ലേലൂയ. നീ ഇന്നും ജീവനോടെ ഇരിക്കുന്നു. Amen. I may be upon a donkey but I am still alive. ഞാനൊരു കഴുതപ്പുറത്താണ് യാത്ര ചെയ്തത്, എന്നാൽ ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നു. 33 years ago I ran away from Jerusalem. ഹല്ലേലൂയ. 33.5 വർഷം മുമ്പ് ഞാൻ യെരുശലേമിൽ നിന്നും ഓടി ഒളിക്കുകയായിരുന്നു ജീവനെ ഭയന്ന്. Now I am running into Jerusalem. എന്നാൽ ഞാൻ ഇപ്പോൾ യെരുശലേമിലേക്ക് യാത്രയായി വരുന്നു. ആമേൻ. Last time ഞാൻ ഓടി പോകുമ്പോൾ എല്ലാവരും പറഞ്ഞു, ആമേൻ, king was coming to kill me. Last time king was ഞാൻ യെരുശലേമിൽ നിന്നും ഓടി ഒളിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു, രാജാവ് അവനെ കൊല്ലുവാൻ വരുന്നു എന്ന് പറഞ്ഞു. But now when I am entering, എന്നാൽ ഞാൻ ഇപ്പോൾ പ്രവേശിക്കുമ്പോൾ, യെരുശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ, people are telling Hosanna, Hosanna, King of Kings. Hosanna, Hosanna. ജനമെല്ലാം വിളിച്ചു പറയുന്നു, ഹോസാന, ഹോസാന. രാജാധിരാജൻ, King of Kings are entering back. രാജാധിരാജാവ്, കർത്താവ് എന്ന് പറഞ്ഞ് ഹോസാന പറഞ്ഞ് എന്നെ മഹത്വപ്പെടുത്തുന്നു. Today morning I say there will be a turn around in your life. നിന്റെ ജീവിതത്തിൽ ഇതുപോലൊരു സമൂലമായ മാറ്റം സംഭവിക്കുന്നു. The Spirit of the Lord says, നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, there will be a turn around in your life. There will be a turn around in your നിന്റെ life. ജീവിതത്തിൽ ഒരു വലിയ സമൂലമായ മാറ്റം സംഭവിക്കാൻ പോകുന്നു. Amen. Is your brother, is your family here? നിന്റെ വീട്ടിലുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ? Amen. In Acts chapter 12:13 we see, അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. 12th and 13th chapter, king kills James. ഹല്ലേലൂയ. 12-ാം അധ്യായത്തിൽ യാക്കോബിനെ വാൾ കൊണ്ട് കൊല്ലുന്ന ഹെരോദാവിനെ കാണുന്നു. Amen. But the Lord says, എന്നാൽ ദൈവം പറയുന്നു, that James could have gone. ജെയിംസ്, യാക്കോബ് പോയി കഴിഞ്ഞിരിക്കുന്നു. But I will make you more stronger. ഞാൻ നിന്നെ കൂടുതൽ ശക്തനാക്കി മാറ്റും. Amen. James. What's your name? എത്ര പേർക്ക് അറിയാം ബ്ലസന്റെ പേര് ജെയിംസ് എന്നാണെന്ന്? Oh, you call him in a different name. His name is James, but he is called as Blessed. The Lord says, James, you may walk through the deadly valleys, but nothing will touch you. Hallelujah. നീ മരണത്തിന്റെ കൂരിരുൾ താഴ്വരയിൽ കൂടെ പോയെന്ന് വന്നേക്കാം, എന്നാലും നിന്നെ ഒന്നിനും തടുക്കുവാൻ കഴിയില്ല, നിന്നെ തൊടുവാൻ ഒന്നിനും കഴിയുകയില്ല. James, the Spirit of the Lord says, ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, I declare a turn around in your life. നിന്റെ ജീവിതത്തിൽ ഒരു സമൂലമായ മാറ്റം, ഒരു യു-ടേൺ, ഒരു ടേൺ അറൗണ്ട് ദൈവാത്മാവ് കൽപ്പിക്കുന്നു. Amen. Where one generation could not do, that same place you will come back in the same city. I will raise you up as a great blessing.
ഒരു തലമുറയ്ക്ക് ചെയ്യാൻ കഴിയാത്തതായ കാര്യങ്ങൾ എവിടെ അവർക്ക് ചെയ്യാൻ കഴിയാതിരുന്നുവോ അതേ സ്ഥലത്ത് നിന്നെ കൊണ്ട് ചെയ്യിക്കുമെന്ന് പരിശുദ്ധാത്മാവനോട് പറയുന്ന കാര്യങ്ങളെ തട്ടെ. This city will be a blessing for you. ഈ പട്ടണം നിനക്കൊരു അനുഗ്രഹമായിരിക്കും. Amen. James, the Spirit of the Lord says, get ready. Amen. ദൈവാത്മാവ് നിന്നോട് പറയുന്നു, തയ്യാറാകുക, തയ്യാറാകുക. There is a turnaround season coming for you. നിന്റെ ജീവിതത്തിൽ ഒരു ടേൺ അറൗണ്ടിന്റെ സീസൺ ആരംഭിക്കുന്നു. Your waiting season is over, my dear friend. നിന്റെ കാത്തിരിപ്പിന്റെ കാലഘട്ടം അവസാനിച്ചിരിക്കുന്നു. Pastor, all these young boys, the Lord says, get ready soon. I mean, I will join all the young boys with this church. Hallelujah. I will bring out a new generation out of this church. ഈ ചർച്ചിന്റെ അടുത്ത തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന് പറയുന്നു. എല്ലാ കുഞ്ഞു കുട്ടികളെയും ദൈവാത്മാവ് ജോയിൻ ചെയ്യിപ്പിക്കും, ഒന്നിപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. Amen. God has a great plan in your life. ദൈവത്തിന് നിന്നെ കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. Amen. If I had said blessing, if I had called you as blessing, ഞാൻ നിന്നെ ബ്ലെസ്സൻ എന്ന് പറഞ്ഞു വിളിച്ചിരുന്നെങ്കിൽ, you may have thought somebody said. ഹല്ലേലൂയ, പലരും ചിന്തിച്ചേനെ വേറെ ആരോ പറഞ്ഞു കൊടുത്തതാണ്. God knows what you don't know. Amen. ആമേൻ. നിനക്കറിയാൻ വല്ലാത്ത കാര്യം ദൈവത്തിന് അറിയാം. God is watching over you. ദൈവം നിന്റെ മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്നു. Your name I will take you to different heights. നിന്റെ പേരിനെ ഞാൻ വേറൊരു തലത്തിലേക്ക് ഉയർത്തുവാൻ പോകുകയാണ്. I will lift you up in the name of Jesus. ഞാൻ നിന്നെ യേശുവിന്റെ നാമത്തിൽ ഉയർത്തുമെന്ന് കൽപ്പിക്കുന്നു. May God bless you. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. Look at your neighbors and say turn around. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തു പറഞ്ഞാട്ടെ, ടേൺ അറൗണ്ട്, സമൂലമായ മാറ്റം. Amen. Things will turn around. നിന്റെ ജീവിതത്തിൽ കാര്യങ്ങൾ തകിടം മറിയും. Amen. That's what Jesus went on the cross. അതാണ് യേശു ക്രൂശിൽ കയറിയപ്പോൾ സംഭവിച്ചത്. Amen. Jesus said, ഇതെല്ലാം തുടങ്ങിയത്, this all started to the tree. I will end with a tree. Amen. ഇതെല്ലാം ആരംഭിച്ചത് മരത്തിൽ നിന്നായിരുന്നു, ഞാൻ മരത്തിൽ തന്നെ കൊണ്ടുപോയി അത് അവസാനിപ്പിക്കും. Amen. എങ്ങനെയാണ് പാപം തുടങ്ങിയത്? എവിടാ പാപം തുടങ്ങിയത്? Amen. Tree of the wisdom. Amen. ഹല്ലേലൂയ. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം. Amen. Jesus said, started with a tree. യേശു പറഞ്ഞു, ആമേൻ, ഇതൊരു മരത്തിലാണത് ആരംഭിച്ചത്. I will end in a tree. ഞാനത് മരത്തിൽ കൊണ്ട് അവസാനിപ്പിക്കും. Today I say, ഇന്ന് പകൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, this place will not be a place of insult for you. ഇത് നിനക്ക് ഒരു നിന്ദയുടെ സ്ഥലമായിരിക്കത്തില്ല, പരിഹാസത്തിന്റെ സ്ഥലമായിരിക്കത്തില്ല. I will bring a turnaround in your life. നിന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തെ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. I will bring a turnaround in your നിന്റെ life. ജീവിതത്തിൽ മാറ്റങ്ങൾ ഞാൻ കൊണ്ടുവരും. Amen. One thing I say, ഒരു കാര്യം ഞാൻ പറയാം. after this Jesus goes into the wilderness. ഇതിനുശേഷം യേശു മരുഭൂമിയിലേക്ക് യാത്രയാവുകയാണ്. You all know the three temptations. മൂന്ന് തരത്തിലുള്ളതായ പരീക്ഷകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. എത്ര പേർക്ക് അറിയാതെ? Amen. How many of you know that? First temptation. ഒന്നാമത്തെ പരീക്ഷ, What was it? Food. അല്ലേ? Amen. If you are God, make this rock into bread. ഒന്നാമത്തെ പരീക്ഷ സാത്താൻ പരീക്ഷിച്ചത് നീ കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. In other words, we can say, വേറെ രീതിയിൽ പറഞ്ഞാൽ, lust of the flesh. ആമേൻ, ഈ ജഡത്തിന്റെ മോഹം, ജഡമോഹം. Look at your neighbors and say, lust of the flesh. പറഞ്ഞാട്ടെ, ജഡമോഹം. Lust of your flesh. Lust of your flesh എന്ന് പറഞ്ഞാൽ ജഡമോഹം. Second, രണ്ടാമത്തേത്, what and all you see I will give you. ആമേൻ, നീ കാണുന്ന ഈ മഹത്വം എല്ലാം ഞാൻ നിനക്ക് നൽകാമെന്ന് പറഞ്ഞു. Lust of the eyes. ആമേൻ, കൺമോഹം. Third, മൂന്ന്, you bow down, you come down, you fall down, angels will be there. You bow down to me, pride of the life. ആമേൻ, നീ ഇതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാട്, നിന്നെ കാത്തുകൊള്ളുവാനായിട്ട് ദൂതന്മാരുണ്ടാകും. Amen. What three attacks was that? മൂന്ന് അറ്റാക്ക് ഏതൊക്കെ? മൂന്ന് ടെംപ്ടേഷൻ ഏതൊക്കെ? ഈ മൂന്ന് പരീക്ഷകൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. Lust of the, എന്റെ കൂടെ പറയാം, lust of the flesh. ഒന്ന് ജഡമോഹം. Lust of the eyes. രണ്ട് കൺമോഹം. Pride of life. മൂന്ന് ജീവനത്തിന്റെ പ്രതാപം. Can we say it again? നമുക്ക് ഒന്നുകൂടെ പറയാൻ പറ്റുമോ? Lust of the flesh. ജഡമോഹം. Lust of the eyes. കൺമോഹം. Pride of life. ജീവനത്തിന്റെ പ്രതാപം. Genesis chapter 3:6 says like this. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു. Can we read that? Genesis 3:6. ഉൽപ്പത്തി 3:6. ആ വൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ നല്ലതും Lust of the flesh. ജഡമോഹം. Yes. കാണുവാൻ ഭംഗിയുള്ളതും. Lust of the eyes. കൺമോഹം. Yes. ജ്ഞാനം പ്രാപിക്കുവാൻ കാമ്യവും. Pride of life. ജീവനത്തിന്റെ പ്രതാപം.
ആദാമിന് ഉണ്ടായ സെയിം ടെംപ്ടേഷൻ അല്ലേ? ഇസ് ഇറ്റ് നോട്ട് സെയിം? ഇസ് ഇറ്റ് നോട്ട് സെയിം? ഈ പരീക്ഷയും യേശു അഭിമുഖീകരിച്ച പരീക്ഷയും ഒന്ന് തന്നെയല്ലേ? അവൻ യേശു പറഞ്ഞു ലാസ്റ്റ് ടൈം വീണു, ഈ പ്രാവശ്യം അവൻ പഴയ ആദാം വീണു, പക്ഷെ ഈ ആദാം അവൻ I know your trick, I know your trick. യേശു പറഞ്ഞു, നീ ആദാമിനെ തോൽപ്പിച്ച നിന്റെ തന്ത്രത്തെ ഞാൻ അറിയുന്നുണ്ട്, അവിടെ ഞാൻ വീഴത്തില്ല. Amen. That's what I said. Enemies, temptations is an opportunity for your growth. ആമേൻ. ഈ ശത്രുവിന്റെ പരീക്ഷ എന്ന് പറയുന്നത് നിന്നെ സംബന്ധിച്ചിടത്തോളം നിന്നെ വളർത്തുന്ന അവസരമാക്കി ദൈവം മാറ്റുന്നു. Amen. Jesus said, ആദാം വീണു, but don't expect me to fall. ഹല്ലേലൂയ. ആദാം ആ വിഷയത്തിൽ വീണെങ്കിൽ ഞാൻ ആ വിഷയത്തിൽ വീഴുമെന്ന് നീ ധരിക്കരുത്. Because I know all the answers. ആമേൻ. നിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ എൻ്റെ പക്കലുണ്ട്. ആമേൻ. ഫസ്റ്റ് ചോദ്യം, അവൻ അപ്പത്തിനെ കല്ലിനെ അപ്പമാക്കുക. അവൻ അതൊരു ശോധനയായിരുന്നു. ആയിരുന്നു. Was it a test in fact? അവൻ എന്നോട് ചോദിച്ച ശോധനയല്ല. അവൻ യേശു പറഞ്ഞു, ജീവനുള്ള അപ്പം ഇവിടെ നിൽക്കുമോ? അവൻ ജീവന്റെ അപ്പം ഇവിടെ നിൽക്കുമോ? I don't need a bread to eat and live. I am the living bread. യേശു മറുപടി പറയുകയാണ്, ജീവന്റെ അപ്പമായ ഞാൻ ഇവിടെ നിൽക്കുന്നു, എനിക്ക് ജീവിക്കേണ്ടതിന് അപ്പം തിന്നേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ അപ്പമാകുന്നു. If you want ask a bread, I will give you. നീ അപ്പം ചോദിക്കുക, ഞാൻ നിനക്ക് തിന്നാൻ തരാം. എന്നിൽ കുടിക്കുന്നവൻ എന്നിൽ തിന്നുന്നവൻ ഒരു നാളും he will never thirst again. ഹല്ലേലൂയ. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കത്തില്ല, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ആമേൻ. ശോധനയല്ലായിരുന്നു. ആമേൻ. യേശു പറഞ്ഞു, ജീവനുള്ള അപ്പൻ ഇവിടെ നിൽക്കുമ്പോൾ നീ അപ്പൻ എന്തിനാണ്? Why do I want this bread? I am a living bread here. ആമേൻ. യേശു പറയുകയാണ്, എനിക്ക് ഈ അപ്പത്തിന്റെ ആവശ്യകത എന്താണ്? ഞാൻ തന്നെ അപ്പമാകുന്നു. ആമേൻ. രണ്ടാമത്, I will give you everything. ആമേൻ. രണ്ടാമത് സാത്താൻ പറയുകയാണ്, ഈ കാണുന്ന സർവ്വരാജ്യത്തിന്റെയും മഹത്വം ഞാൻ നിനക്ക് നൽകാം. Jesus says, throne, heaven is my throne, earth is my foot. I have everything already. യേശു പറയുകയാണ്, സ്വർഗ്ഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം, എനിക്ക് ഇതെല്ലാം ഓൾറെഡി ഉണ്ട്. I don't need you to give, I have it already. നീ എനിക്ക് തരേണ്ട ആവശ്യമില്ല, അതെല്ലാം എന്റെ തന്നെയാണ്. Last, angels will protect you. മൂന്നാമത്തേതായ പരീക്ഷ എന്ന് പറയുന്നത് ദൂതന്മാർ നിന്നെ കാത്തുകൊള്ളും. If you read chapter Mark, it is written angels was ministering him. Yes, മർക്കോസിന്റെ സുവിശേഷം നിങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത് യേശുവിനെ ദൂതന്മാർ വന്ന് ശുശ്രൂഷിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. യേശു പറയെ താഴെ വീണ് നോക്കണ്ട, എനിക്ക് താഴെ വീഴാതെ തന്നെ കാണാം. ആമേൻ. എന്റെ ചുറ്റും ദൂതന്മാർ, എനിക്ക് പരീക്ഷിച്ച് നോക്കണ്ട. വാക്യത്തിൽ പറയും, യഹോവയെ ഭയപ്പെടുന്നവനെ ചുറ്റും ദൂതന്മാർ, angels will encamp around you. Hallelujah. I don't need to fall and test. I can see angels without falling. ഞാൻ ഒന്ന് വീഴാൻ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല, വീഴാതെ തന്നെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്നതായ ദൂതസഞ്ചയത്തെ. 3 temptations, answer was inside him only. മൂന്ന് പരീക്ഷകൾ, അതിനുള്ളതായ ഉത്തരം യേശു കൊടുത്തു കഴിഞ്ഞു. 2025 2025 എന്ന് പറയുന്നത്. Amen. What tricked you last year won't trick you this year. കഴിഞ്ഞ വർഷം നിന്നെ തോൽപ്പിച്ചതായ പരീക്ഷ ഈ വർഷം നിന്നെ തോൽപ്പിക്കത്തില്ല. Enemy's temptation will be my opportunity to grow. ആമേൻ. ശത്രുവിന്റെ പരീക്ഷകൾ എന്റെ വളർച്ചയ്ക്കുള്ളതായ അവസരങ്ങളായിരിക്കും. Amen. Now we see the twisted woman coming near Jesus. 18 വർഷം കൂനിയായ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വരുന്നത് നമുക്ക് കാണുന്നു. 18 years is twisted, but still she comes to church. ആമേൻ. 18 വർഷം കൂനിയാണ്, പക്ഷെ 18 വർഷവും അവൾ ദൈവത്തെ ആരാധിക്കേണ്ടതിന് ആലയത്തിൽ വന്നു. She is also twisted. അവൾ കൂനിയാണ്. The church is also, synagogue is also twisted. ആ ചർച്ച തന്നെ മൊത്തത്തിൽ കുനിഞ്ഞിരിക്കുന്നതായ ഒരു ചർച്ച. They are waiting for Messiah. ആമേൻ. അവര് ഈ മശിഹയെ കാത്തിരിക്കുന്നതായ ഒരു ചർച്ച. Messiah is standing in front of them. ആമേൻ. മശിഹ അവരുടെ മുമ്പിൽ തന്നെ ഉണ്ട്, but they cannot recognize. പക്ഷേ യേശുവിനെ മശിഹയെ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. I prophetically say, ഞാൻ ഇന്ന് പ്രവചനാത്മാവിൽ പറയാൻ ആഗ്രഹിക്കുന്നു, for the next fasting prayer, അടുത്ത ഫാസ്റ്റിംഗ് പ്രയറിൽ you don't need a prophet from Mysore to prophesy. ഹല്ലേലൂയ. മൈസൂരിൽ നിന്നും ഒരു പ്രവാചകനെ നിനക്ക് ആവശ്യമില്ല, നിങ്ങൾക്ക് ആവശ്യമില്ല. I declare and I decree, ഞാൻ ഇന്ന് പകൽക്കാലത്തിൽ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, you will see your prophets of the church.
നിങ്ങൾ ഈ ചർച്ചിലെ പ്രൊഫറ്റുകളെ കാണും, ഈ ചർച്ചിലെ പ്രവാചകന്മാരായി മാറും. Let Judah, Lion of Judah ministry see their prophets. ലൈൻ ഓഫ് ജൂദ മിനിസ്ട്രിയിൽ പ്രവാചകന്മാർ എഴുന്നേൽക്കും. Let them see who is a prophet of their church. ഈ ചർച്ചിലെ പ്രൊഫറ്റുമാർ ആരെല്ലാമാണെന്ന് ദൈവം കാണിക്കുന്നു. Amen. Church could not see Jesus as Messiah. ഈ സിനഗോഗിൽ ഇരിക്കുന്നവർക്ക് ആർക്കും യേശു മശിഹയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. Church is twisted. ചർച്ച് കൂനി പിടിച്ചിരിക്കുകയാണ്. Woman is twisted. ആ സ്ത്രീയും കൂനി പിടിച്ചിരിക്കുന്നു. Amen. But we don't speak about this 18 years of this woman more. ഈ 18 വർഷത്തെ അധികം കാര്യങ്ങളൊന്നും ഈ സ്ത്രീയെ കുറിച്ച് പറയുന്നില്ല. Amen. ഞങ്ങൾ ഈ സ്ത്രീനെ എപ്പോഴും ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ 12 വർഷം രക്തസ്രാവം 12 വർഷം. We highlight the 12 years old woman with bleeding issue, but we forget about this 18 years old woman. 12 വർഷം രക്തസ്രാവക്കാരിയായ സ്ത്രീയെ കുറിച്ച് നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്, പറയാറുണ്ട്. എന്നാൽ 18 വർഷം കൂനിയായ സ്ത്രീയെ കുറിച്ച് അധികം പറയാറില്ല, കേൾക്കാറില്ല. Why? എന്തുകൊണ്ടാ? That 12 years old woman went near Jesus. Amen. She was having blood disease, പക്ഷെ കഷ്ടപ്പെട്ട് യേശുവിന്റെ അടുത്ത് പോയി. അവൻ ഈ സ്ത്രീ അവൻ യേശുവിന് വേണ്ടി അവൻ വിളിച്ചില്ല, ചോദിച്ചില്ല, പ്രാർത്ഥിച്ചില്ല, എപ്പോഴും ചെയ്യുന്നത് പോലെ പോയി ആ പൊസിഷനിൽ ഇരിക്കുമായിരുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അവൻ വിളിച്ച ask and it will be given, knock and it will be open. Today church, don't be in a situation, okay, every day I'm hearing, every day I'm listening, what will happen? No. Be with an expectation. Jesus can do mighty things in your life. ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ വലിയ പ്രവർത്തിക്കാൻ സാധിക്കും. ആമേൻ. കാത്തിരിപ്പോടെ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ വരുന്നവരാരും വെറുതെ മടങ്ങി പോകത്തില്ല. ഒരു സ്ഥലത്ത് വന്ന് വെറുതെ ഇരിക്കാതെ ദൈവത്തിൽ നിന്ന് ചിലത് വലുത് പ്രതീക്ഷിക്കുക. Amen. What was the difference? 12 years old woman, blood disease woman had expected something. She wanted. But this woman lost every expectation. Amen. She knew nothing will happen. 18 വർഷം കൂനിയായ സ്ത്രീയും 12 വർഷം രക്തസ്രാവക്കാരിയായ സ്ത്രീയും തമ്മിലുള്ളതായ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, 12 വർഷം രക്തസ്രാവക്കാരിയായിരുന്ന സ്ത്രീ അവൾ ദൈവത്തിൽ നിന്നും ചിലത് പ്രതീക്ഷിച്ചിരുന്നു, യേശുവിൽ നിന്നും ചിലത് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ 18 വർഷത്തെ ആമേൻ കൂനിയായ സ്ത്രീ ദൈവത്തിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അവളുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചിരുന്നു. She was silent. അവൾ അതുകൊണ്ട് വളരെ മൗനമായിരിക്കുകയായിരുന്നു. Today when there may be group of praising people, ഈ കൂട്ടത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ഉണ്ടാകാം. but there may be some silent people also. ആമേൻ. ഈ കൂട്ടത്തിൽ തന്നെ മിണ്ടാതിരിക്കുന്ന, മൗനമായിരിക്കുന്ന മറ്റൊരു കൂട്ടരെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 18 വർഷമായി കാത്തിരുന്നു മടുത്തു. ആമേൻ. 18 വർഷമായി കാത്തിരുന്ന് മടുത്തു. ഇനി നടക്കത്തില്ല, ഇനി ഇത് നടക്കത്തില്ല. no chance, there is no, even if Jesus come it won't happen. ഓ, ഇനി യേശു വന്നാൽ പോലും ഈ വിഷയത്തിന് മറുപടി ലഭിക്കില്ലെന്നാണ് ചിന്ത. പക്ഷെ സൈലന്റ് ആയിരുന്ന ആ വുമനെ യേശു കണ്ട പോലെ. ആമേൻ. എന്നാൽ മൗനമായിരുന്ന സ്ത്രീയെ യേശു കണ്ടതുപോലെ. Any silent people, I have a good news for you. He still watches you. മൗനമായിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവാലോചന പറയുന്നു, ദൈവം നിന്നെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. Still you may be silent, but he is not silent. നീ ഒരു പക്ഷേ മൗനമായിരിക്കാം, എന്നാൽ എന്റെ യേശു മൗനമല്ല. He is watching over you. അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. He is watching over you. അവൻ നിന്റെ മേൽ ദൃഷ്ടി വച്ചിരിക്കുന്നു. Can somebody clap your hands and praise the Lord? കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തു. Amen. Yes. 18 years. 18 വർഷം. Then Jesus looked her. അതിനുശേഷം യേശു അവളെ നോക്കുകയാ. അവൻ യേശു കണ്ടിട്ട് യേശു എന്നെ പറഞ്ഞു, What did Jesus say after he saw her? Come near me. യേശു അവളെ അടുക്കിലേക്ക് വിളിച്ചു, എന്റെ അടുക്കൽ വരാൻ പറഞ്ഞു. I asked, what are you doing, Jesus? യേശു, നീ എന്താ ചെയ്യാൻ പോകുന്നേ? She is with sickness, you should go there. ആമേൻ. അവൾ കൂനിയായ സ്ത്രീയല്ലേ, നീ അവളുടെ അടുക്കലേക്കല്ലേ പോകേണ്ടത്? Why are you calling her? നീ എന്താ അവളെ നിന്റെ അടുക്കലേക്ക് വിളിക്കുന്നത്? Sometimes he will call you. ആമേൻ. ചില സമയങ്ങളിൽ യേശു നിന്നെ വിളിക്കും. He knows it is tough. അത് വളരെ കഠിനമാണെന്ന് അവൻ അറിയാം, എന്നാലും അവൻ നിന്നെ വിളിക്കും. He knows you cannot walk properly, but still he will call you. യേശു നിന്നെ വിളിക്കും. നിനക്ക് നടക്കാൻ കഴിയത്തില്ലെന്ന് യേശുവിന് അറിയാം, എന്നാൽ പോലും യേശു നിന്നെ വിളിക്കും. പ്രവചനം വിശ്വസിക്കാൻ പറ്റാത്തവരുടെ മേളിൽ പിന്നെയും ഒരു പ്രവചനം ഇടും. ആമേൻ. യേശു വിശ്വസിക്കാൻ കഷ്ടമാണ്, വിശ്വസിച്ച് മടുത്തു. പക്ഷേ ദൈവം ഇനിയൊരു പ്രാവശ്യം, at least one last time, come for me. This time I have an answer in with me.
ആമേൻ. ഒത്തിരി നാളായി ഒത്തിരി പ്രവചനം കേട്ടു, ഇനിയും വിശ്വസിക്കാൻ കഴിയാതെ വണ്ണം ആമേൻ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവരോട് യേശു പറയുന്നു, ഒരിക്കൽ കൂടി നീ എന്റെ അടുക്കലേക്കൊന്ന് വാ. One last time. ഏറ്റവും ഒടുവിലായി ഒരു പ്രാവശ്യം കൂടി നീ എന്റെ അടുക്കലേക്കൊന്ന് വാ. Don't miss your chance. One last time. ഈ അവസാനത്തെ അവസരം നഷ്ടപ്പെടുത്താതെ Yes. നീ യേശുവിന്റെ അടുക്കലേക്ക് വരിക. Today, Judah Church, I say your 18th day is coming. ലയൺ ഓഫ് ചർച്ചിലൂടെ ദൈവാത്മാവ് പറയുന്നു, നിന്റെ 18ാം ദിവസം വന്നിരിക്കുന്നു. വിട്ടുകൊടുക്കണ്ട. അവൻ 12 വർഷമാകുമ്പോ അവൾ എണീറ്റ് പോയാരെങ്കിൽ അനുഗ്രഹമില്ല. 17 വർഷമായപ്പോ എണീറ്റ് പോയാരെങ്കിൽ അനുഗ്രഹമില്ല. 18 വർഷം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വിട്ടുകൊടുക്കണ്ട. This may be your service. This may be your day. This may be your movement. Stand up. Come towards Jesus. Yes. ഈ പ്രാർത്ഥന Yes. നിന്റെ വിടുതലാണ്. Yes. നീ വിട്ടുകളയാതെ, Yes. ഈ തവണത്തെ Yes. അവസരം നഷ്ടപ്പെടുത്തി കളയാതെ യേശുവിന്റെ Yes. അടുക്കലേക്ക് വരുവാൻ കർത്താവ് നിന്നെ വിളിക്കുന്നു. Yes. കഴിഞ്ഞ 18 വർഷം ആരാധിച്ചു. ഇല്ല ഇന്നും കൂടെ ഒന്ന്. Last 17 days I waited. No, start. Raise your voice. Praise God again. ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. Yes, This is your service. This is your service. This is your service. ഇത് നിന്റെ വിടുതലിന്റെ ശുശ്രൂഷയാണ്. I may be crying, ആമേൻ. ഞാൻ കരയുകയായിരിക്കാം, but my hands are still lifted up. ആമേൻ. പക്ഷേ എന്റെ കൈകളെല്ലാം ഉയർന്നിരിക്കുന്നു. I may be crying, ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കാം, but still I can receive a prophecy. പക്ഷേ ഇന്നും എനിക്ക് പ്രവചനം സ്വീകരിക്കുവാൻ കഴിയും. Church, don't worry. ആമേൻ. ചർച്ചിനോട് ദൈവാത്മാവ് പറയുന്നു, നീ വിഷമിക്കണ്ട. This is your movement. ഇത് നിന്റെ വിടുതലിന്റെ സമയമാണ്. കഴിഞ്ഞ 17 ദിവസം അവൻ പ്രവചനം പറഞ്ഞപ്പോൾ you may feel, Lord, you did not speak to me. This is your moment. This is your time. He is ready to speak to you. ഇത് നിന്നോടുള്ളതായ പ്രവചന ശബ്ദത്തിന്റെ സമയമാണ്. കഴിഞ്ഞ 17 ദിവസങ്ങളിലും നിന്നോട് ദൈവം സംസാരിച്ചില്ലെന്ന് വന്നേക്കാം. എന്നാൽ ഈ 17ാം ദിവസത്തിൽ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്നു. ഇത് നിന്റെ സമയമാണ്. But one question I ask. ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. Are you ready to come up? ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുവാൻ തയ്യാറാണോ? People may tell, oh, nothing will happen. ഒത്തിരി പേര് നിയമത്തിന്റെ കുരുക്കുകൾ പലതും പറഞ്ഞെന്ന് വന്നേക്കാം. അവർ പറഞ്ഞേക്കാം ഒന്നും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞേക്കാം. People may tell, 17 years you're waiting, what will happen now? 17 വർഷം നീ കാത്തിരുന്നില്ല, ഒന്നും നടന്നില്ലല്ലോ, ഇനിയിപ്പോ എന്നാ സംഭവിക്കാനാ എന്നൊക്കെ ജനം പറഞ്ഞേക്കാം. Look at your neighbors and say, നിന്റെ അടുത്ത് നിൽക്കുന്നവരോട് നോക്കി പറയുക, this is my moment. ഇതെന്റെ മൂവ്മെന്റ് ആണ്, എന്റെ സമയമാണ്. This is my time. ഇതെന്റെ സമയമാണെന്ന് പറഞ്ഞാട്ടെ. Jesus called her near. യേശു അവളെ അടുക്കൽ വിളിച്ചു. What did Jesus say? യേശു എന്താ ചെയ്തത്? I loosen you. ഞാൻ നിന്നെ അഴിച്ചു വിടുന്നു. I loosen you. ഞാൻ നിന്റെ ബന്ധനത്തെ അഴിക്കുന്നു. This is a word for you. ഇത് നിനക്കുള്ള വചനമാണ്. I loosen you. ഞാൻ നിന്നെ സ്വതന്ത്രമാക്കുന്നു. Yes, can somebody receive this word? God is loosening you out of everything which was catching you. ഹല്ലേലൂയ. ചിലരോട് ദൈവാത്മാവ് പറയുന്നത് ആത്മാവിൽ സ്വീകരിച്ചാട്ട് നിന്നെ ദൈവം സ്വതന്ത്രമാക്കുന്നു. Amen. Sometimes you may be loud. ചില സമയങ്ങളിൽ നീ ഉറക്കെ നിലവിളിച്ച് കരയുന്നുണ്ടാകാം. Sometimes you may be clapping and when nobody is clapping. നീ ഒറ്റയ്ക്ക് നിന്ന് കൈകൊട്ടി ദൈവത്തെ ആരാധിക്കുന്നുണ്ടാകും, മറ്റാരും ദൈവത്തെ സ്തുതിക്കാനോ ആരാധിക്കാനോ ആ സമയത്ത് ഉണ്ടായിരുന്നു വന്നില്ല. അവൻ ദാവീദ് രാജാവിന്റെ വസ്ത്രം ഊരി ആരാധിക്കുമ്പോൾ അവൻ വൈഫ് വിൻഡോയിൽ നിന്ന് നോക്കും. അവൻ എന്നായി മനുഷ്യൻ. What happened to this King David? ആമേൻ. ഹല്ലേലൂയ. ജനത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദാവീദ് തന്റെ രാജവസ്ത്രമെല്ലാം അഴിച്ചു വെച്ച് സാധാരണക്കാരനെ പോലെ നിന്ന് ആരാധിക്കുമ്പോൾ മീകളെ കിളിവാതിൽ നിന്ന് നോക്കിയിട്ട് ആമേൻ ദാവീദിനോട് പറയാം, നീ നിന്നെ തന്നെ അനാവൃതമാക്കുന്നത് എന്തെന്ന് ചോദിക്കുകയാണ്. ദാവീദ് പറയാം, നിനക്ക് അറിയത്തില്ല, എന്റെ കഥ നിനക്ക് അറിയത്തില്ല. ആമേൻ. ദാവീദ് റെസ്പോണ്ട് ചെയ്യുകയാണ്, you don't know what I am doing. അവൻ എന്റെ കഥ അറിയത്തില്ല. ഒരു സമയം ഉണ്ടായിരുന്നു, ചുറ്റും ആളുകളില്ല, വെറും ആടുകൾ ഉള്ളായിരുന്നു. ചുറ്റും ആടുകൾ മാത്രം. ആട് മേയ്ക്കുന്നവന്റെ വസ്ത്രം സ്നേഹിക്കാൻ ആരുമില്ല, കരുതാൻ ആരുമില്ല. ഒന്നുമില്ലാത്ത എന്നെ ഇവിടെ വരെ കൊണ്ടുവന്ന് ഇന്ന് എന്റെ ചുറ്റും 10,000 പറയുക. ദാവീദ് ശൗൽ 1000, ദാവീദ് 10,000. I can praise God more better. Amen, amen. You don't know my history, you don't know my past, but you don't know my experience. Yes. When I was in the wilderness, there was only God and sheep. There was nobody around me. But from that position, He has brought me out. Hallelujah. Amen. Saul killed
1,000 and David killed 10,000. Like this, the people started singing, "This is my situation now." Look at your neighbors and say, look at your neighbor and say, നിന്റെ അടുത്ത് നിൽക്കുന്നവരോട് നോക്കി പറയുക, you don't know my story. നിനക്ക് എന്റെ കഥ അറിയത്തില്ല, എന്റെ ചരിത്രം നിനക്ക് അറിയത്തില്ല. Tell them and say, you don't know my story. Hallelujah. നിനക്ക് എന്റെ കഥ അറിയത്തില്ല, നിന്റെ അവസ്ഥ നിനക്ക് അറിയത്തില്ലെന്ന് പറ. But surely you will see my glory. പക്ഷെ നീ എന്റെ മഹത്വം കാണും. You will see ദൈവ മഹത്വം കാണും. You will see the glory what God has kept in my life. ആമേൻ. ദൈവം എന്നെ വെളിട്ടിരിക്കുന്നതായ ദൈവ മഹത്വത്തെ നീ കാണുമെന്ന് പറയുക. Today morning prophetically I say, ഇന്ന് പ്രഭാതത്തിൽ പ്രവചനാത്മാവിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, things are loosen up. ഹല്ലേലൂയ. ചില കെട്ടുകൾ അഴിഞ്ഞ് നീ സ്വതന്ത്രമാകുന്നു. Those who believe, can you praise God? ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയാട്ട്. Sickness is loosening up here. നിന്റെ രോഗത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞിരിക്കുന്നു. Today morning when I was just sitting there, ഞാൻ അവിടെ ഇരിക്കുമ്പോൾ one thing the Lord just said, ദൈവം എന്നോട് ഒരു കാര്യം പറഞ്ഞു. this may be a prophetic meeting, ഇതൊരു പ്രവചന ശുശ്രൂഷയാകാം, but many healings will happen in this place. പക്ഷേ ചിലരുടെ മേൽ ദൈവം സൗഖ്യത്തെ അയക്കും. Again I say, വീണ്ടും ഞാൻ പറയുന്നു, loosen up in the name of Jesus. യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുന്നു. Loosen up. കഴിഞ്ഞ വർഷങ്ങൾ തൊട്ട് അനാരോഗ്യം കെട്ടിപ്പിടിച്ച വർഷങ്ങൾ തൊട്ട് കെട്ടിപ്പിടിച്ച കടഭാരം, വർഷങ്ങൾ തൊട്ട് മുമ്പിലേക്ക് പോകാതെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ, I declare loosen up in the name of Jesus. യേശുവിന്റെ നാമത്തിൽ അഴിയുവാൻ ഞാൻ കൽപ്പിക്കുന്നു. Can any loosened people raise your hands, clap your hands and praise Jesus? സ്വാതന്ത്ര്യം പ്രാപിച്ചവർ ദൈവത്തെ കരങ്ങൾ തട്ടി മഹത്വപ്പെടുത്തു. 30 seconds. അടുത്ത 30 സെക്കൻഡുകൾ ദൈവത്തെ ആത്മനിറവേ. Only loosened people. സ്വാതന്ത്ര്യം പ്രാപിച്ചവർ മാത്രം അടുത്ത 30 സെക്കൻഡുകൾ ദൈവത്തെ ആത്മനിറവിൽ ആരാധിച്ചാണ്. ആമേൻ. One thing I say, ഒരു കാര്യം ഞാൻ പറയാം. when the Pharisees and Sadducees were arguing, സദൂക്യരും പരീശന്മാരും യേശുവിനോട് തർക്കിക്കുമ്പോൾ what did the woman do? ആ സ്ത്രീ എന്താ ചെയ്തത്? She glorified God. അവൾ യേശുവിനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. Today the title of my sermon, ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത്, do your job. നീ നിന്റെ ജോലി ചെയ്യുക. What's your job? എന്താ നിന്റെ ജോലി? What's your job? എന്താ നിന്റെ തൊഴിൽ? നിന്റെ ജോലി എന്താ? Your job is not arguing. നിന്റെ പരിപാടി എന്ന് പറയുന്നത് തർക്കവും വാദവുമല്ല. സംസാരിക്കുന്നത് യേശുവിന്റെ ജോലിയാ. നീ നിന്നെ സ്തുതിച്ചാ മതി. യേശുവിന്റെ പരിപാടിയാ. നിന്റെ പരിപാടി എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നതാണ്. മതി. മതിൽ താനേ വീഴും. സ്തുതിക്കാൻ പറ്റുമോ? 30 seconds. Just lift up your voice. Do your job perfectly. നിന്റെ ജോലി നീ നന്നായി ചെയ്യുവാൻ തയ്യാറാകുമോ? Start to speak in tongues for 30 seconds. Raga shagadara la maragade. Rekedere lagada 30 seconds. In tongues. Raise your voice. Raise your voice. Raise your voice. Raise your voice. Yes. Let the praise atmosphere. Let the praise atmosphere. Praise. Healing is happening in this place. Healing is happening in this place. Yes. Lion of Judah Church. Praise. Praise, yes. Rakashede regedera lagadara la maregede. Shura baba 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 baba. Regalashgadara galastar jara galashga. എനിക്കായി കരുതുന്നവൻ, എന്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ. Can we praise him? എനിക്കായി കരുതുന്നവൻ, എന്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. Can you praise him? എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതുന്നുണ്ട്. പരീക്ഷ എന്റെ ദൈവം
എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു Can you praise ഞാൻ God? എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ എഴുതിയിൽ വീഴാനും അവിടെ ഞാൻ ഏകനല്ല എഴുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല വീഴുന്നതും തീയിലല്ല എന്റെ യേശുവിൻ കരങ്ങളിലാ വീഴുന്നതും തീയിലല്ല എന്റെ യേശുവിൻ കരങ്ങളിലാ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം കരുതിയിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല എന്റെ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ ഘോരമം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ നടത്തുന്ന യേശുവത്രേ ഞാനവൻ കരങ്ങളിലാ നടത്തുന്ന യേശുവത്രേ ഞാനവൻ കരങ്ങളിലാ പരീക്ഷ എന്റെ ദൈവം പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷ എന്റെ ദൈവം പരിഹാരം കരുതിയിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നന്മയാണെന്നറിയുന്നു ഞാൻ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ ദൈവമേനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ ദൈവമേനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ ദൈവമനുകൂലമെങ്കിൽ ആർ നമുക്കെതിരായിടും ആമേൻ യെസ് ഒരിക്കൽ കൂടെ വരികൾ ചേർന്ന് ദൈവമേനിക്കനുകൂലം അതു നന്നായി ദൈവമേനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ
അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്ന് അറിയുന്നു ഞാൻ. When the woman glorified God, ആ സ്ത്രീ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. when the Pharisees and Sadducees were ashamed, ആമേൻ. ആ പരീശന്മാരും സാധുക്യരും എല്ലാം നാണിച്ച് തല താഴ്ത്താനിടയായി തീർന്നു. amen, only there is a table where there is an enemy. ആമേൻ. ഹല്ലേലൂയ. ശത്രു ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മേശയുടെ ആവശ്യമുള്ളൂ. I thank God for my enemy. Amen. I thank God for all my enemies. എന്റെ ശത്രുക്കൾ എല്ലാവരും എനിക്കുള്ളതിനാൽ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. How many enemies, that many tables. ആമേൻ. എന്റെ എല്ലാ ശത്രുക്കളുടെയും മുമ്പാകെ അവൻ എനിക്കായി മേശ ഒരുക്കുന്നു. Glorify God in front of your enemies. നിന്റെ ശത്രുക്കളുടെ മുമ്പാകെ നീ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറാകുക. Come evening with an expectation. ഇന്ന് പകൽക്കാലത്തിൽ എത്ര പേര് അങ്ങനത്തെ പ്രതീക്ഷയോടെ കടന്നു വന്നിട്ടുണ്ട്? Amen. Evening will be more greater. Evening will be more greater. Evening will be more greater. യെസ്. ഇന്ന് രാത്രിയിൽ ഇതിനേക്കാളും ശക്തമായ നിലയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കും. Amen. Look at your neighbor and say, look at your neighbor and say, നിന്റെ അടുക്കലിരിക്കുന്നതായ വ്യക്തികളെ നോക്കിക്കൊണ്ട് പറയുക, glory to glory. ആമേൻ. മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക്. Amen. കരം കൊടുത്ത് പറഞ്ഞാട്ട് മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക്. പറഞ്ഞാട്ട് എല്ലാവരും പറഞ്ഞാട്ട് മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക്. Amen. Come with an expectation. Come with an expectation. ആമേൻ. വളരെ പ്രതീക്ഷയോടുകൂടി കടന്നു വരിക. May God bless you. കർത്താവ് നിങ്ങൾ എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. That sister with an yellow dress, just raise your hands. Amen. And this family with a black t-shirt. Yes. ബ്ലാക്ക് ടീഷർട്ട് ഇരിക്കുന്നതായ കുടുംബം. യെസ്, നിങ്ങൾ Just തന്നെ. raise your hands. Amen. And that sister. Evening we are going to start with you guys. Amen. May God bless you. ആമേൻ. ഇന്ന് വൈകുന്നേരം നിങ്ങളുമായി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവ് പറയുന്നു. Amen. Meet you all evening. നിങ്ങൾ എല്ലാവരെയും ഇന്ന് വൈകുന്നേരം കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. May God bless you. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Do your job. നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ജോലി നിങ്ങൾ നന്നായി ചെയ്യുക. What's your job? എന്താ നിങ്ങളുടെ ജോലി? What's your job? നിങ്ങളുടെ ജോലി എന്താ? I can't hear you. What's your job? നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താ? Praise the Lord. Amen. ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക. May God bless you. Thank you so much. ആമേൻ.